ഞാൻ മദ്രാസിൽ ചെന്നപ്പോൾ ഒരു ശശി എന്ന് പറഞ്ഞ ആളാണ് ഇത് ട്വിറ്ററിലിട്ടിരിക്കുന്നത്. ശശി ചെന്നൈ സെറ്റിൽഡാണ്. അവൻ ആ താടി മുടിയായിട്ട് വന്നിരിക്കും. അവനൊരു ബോയഫ് മാറ്റൂല. അവൻ അവന് മര്യാദയ്ക്ക് താടി ഒന്നും അവനത് മാറ്റി വരാമെങ്കിൽ അവന് ഞാൻ ചെയ്യാം. അത് എൻ്റെ മകൻ്റെ കല്യാണത്തിന് സാറ് വീട്ടിൽ ലൊക്കേഷനിൽ വന്ന് ഈ കോവിഡ് മാറിക്കൊണ്ടിരിക്കുന്ന സമയം അപ്പോൾ ആറാട്ടെന്നൊരു പടത്തിൻ്റെ ലൊക്കേഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അതിലെയാണ് പോകുന്നത്. പോലെ ഞാൻ കാര്യം വീട്ടിൽ വരാമെന്നു. സാറ് വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ദൈവം വരുന്ന പോലെ സാറൊക്കെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നില്ല. കാരണം ഞാൻ വേറൊരു ജോലി ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ ഇതായിട്ട്. അതാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്നത്. നമുക്ക് എന്തെങ്കിലും വേഷം തരണമെന്ന് പറയും. പക്ഷെ ചിലർക്ക് ആ പടം കാണുമ്പോൾ വിചാരിക്കും ഈ വേഷം നമുക്ക് തന്നുകൂടായിരുന്നു എന്ന് ചിന്തിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ കാണുമ്പോൾ ചോദിക്കും നമുക്കൊരു വേഷം ചേട്ടൻ ഓർത്തറാ മറന്നു. ആ സമയത്ത് ആരും ഓർമ്മിപ്പിച്ചില്ല. പ്രൊഡ്യൂസറെ സേവ് ചെയ്യും വേണം, ഡയറക്ടറെ ഫേവർ ചെയ്യും വേണം. ഒരു കാര്യത്തിലൂടെ വളരെ തലമുറ ഒരു ഗോസിപ്പില്ലാത്തൊരു നടനാണ്. ഉള്ള കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നു. വളരെ നല്ല മലയാളത്തിലെ നല്ല നടന്മാരിലൊരാളാണ്. റിയൽ ലൈഫ് മെമ്മറീസിൽ ഇന്ന് നമുക്കൊപ്പം നന്ദു പൊതുവാൾ അദ്ദേഹമാണ്. നമസ്കാരം. നമസ്കാരം. മലയാള സിനിമയിലെ ആസ്ഥാന വഴിപോക്ക് എന്നാണ് സാർ എന്നെ ഒരു സിനിമയിൽ സാറിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. 20 വർഷത്തിലേറെയായി ഈ യാത്ര തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ആ വഴിപോക്കിൽ നിന്നുള്ള പേരിൽ നിന്ന് മാറി നന്ദു പൊതുവാൾ എന്ന പേര് രജിസ്റ്റർ ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അങ്ങനെ ഈ നന്ദു പൊതുവാൾ എന്നുള്ള പേര് നേരത്തെ ഉണ്ട്. അത് ഞാൻ മിമിക്രി ചെയ്യുമ്പോൾ കോമിക്കോള, സിനിമാല ഇതെല്ലാം TV ചെയ്യുമ്പോൾ ഏഷ്യാനെറ്റ് ഒരുപാട് ജനങ്ങൾ ഏറ്റെടുത്ത സംഭവം. കുറേ പേർക്കൊക്കെ അറിയാം നന്ദു പൊതുവാൾ. ഈ വഴിപോക്കൻ എന്നുള്ളത് ഞാൻ ആദർശയുടെ അമർ ആൻ്റണി അല്ല, മറ്റേ കട്ടപ്പനയിലെ ഋതിക് റോഷൻ, അതിൽ ആദർശ തന്നെ എഴുതിയ ഡയലോഗാണ്. അതിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു സംഗമമുണ്ട്. അപ്പോൾ അവർ കൂടി ചേരുമ്പോൾ ചോദിക്കുക നിങ്ങൾ ഏത് വേഷമാണ്, നിങ്ങൾ ഏത് വേഷം? ഞാനിതിലൊരു വഴിപോക്കനാണ്, ഞാൻ തന്നെ പറയുന്ന. അത് പിന്നെ ഒരു ട്രേഡ് മാർക്കായി. അതെ. ഇപ്പം ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാലും മലയാള സിനിമയിലെ വഴിപോക്ക് എന്നുള്ള സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ചേട്ടൻ്റെ ഡീറ്റെയിൽസ് തന്നെയാണ്. ആ ഒരു ഇപ്പോൾ സിനിമയിലും അതൊരു ട്രോളായിട്ട് എടുത്തു. മോഹിനിയാട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ ഒരു ടാഗ് ചേട്ടൻ്റെ കരിയറിൽ അതിപ്പോൾ മാറി വരുവാണ് മോഹിനിയാട്ടത്തിന് ശേഷം. നല്ലൊരു വേഷം. ഞാൻ അതിനു മുമ്പ് നല്ല വേഷം ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജോഷി സാറിൻ്റെ ജന്മം എന്നൊരു പടം ഉണ്ടായിരുന്നു. അത് ഇറങ്ങിയിട്ടില്ല. സുരേഷ് ഗോപി 3 നായികമാരാണ്. അത് നല്ല സബ്ജക്റ്റാണ്. സൻസാമിയൊക്കെയാണ് അതിൻ്റെ. അത് ചില സാങ്കേതിക കാരണങ്ങളാൽ ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ ഒരുപാട് വർഷമായി. അതിൽ 3 നായികമാർ, ജഗതിച്ചേട്ടൻ, കൊച്ചിനാനിക്ക, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ബിജു മേനോൻ. ഒരുപാട് ഗെറ്റപ്പ് ചേഞ്ചുകൾ വന്നിട്ടുള്ള കഥാപാത്രങ്ങളും ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഞാൻ മുട്ടയാണ്, താടിയുണ്ട്. പക്ഷേ ത്രൂ ഔട്ട് സുരേഷ് ഗോപിയുടെ അതിൽ റൈറ്റ് ഹാൻഡ് ആയിട്ടൊരു ക്യാരക്ടർ. ത്രൂ ഔട്ടാണ്. ഫൈറ്റ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇറങ്ങിയില്ല. അത് ഇറങ്ങിയിരുന്നെങ്കിൽ അന്ന് തന്നെ സാറ് ഇറങ്ങിയതിൻ്റെ യേശു മാറും. ചില കാരണങ്ങൾ കൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല. അല്ല, ഞാൻ ത്രൂ ഔട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ ദിലീപിൻ്റെ സദാനന്ദൻ്റെ സമയത്തിൽ ഞാൻ ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ട്. ത്രൂ ഔട്ട് വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രത്യേക ക്യാരക്ടറുകൾ ചെയ്യുന്നത് ഇപ്പോഴാണ്. അതിനുശേഷം എല്ലാം ഞാൻ വർക്ക് ചെയ്യുന്ന പടങ്ങളിലാണ് കൂടുതലും ചെയ്യുന്നത്. ജോഷി സാറിൻ്റെ ആയാലും പ്രിയദർശൻ സാറിൻ്റെ പടത്തിലാണെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്ന പടത്തിലൊക്കെ നല്ല വേഷങ്ങൾ തന്നെ. പ്രിയ സാറിൻ്റെ പടത്തിൽ വെട്ടത്തിലെ വേഷമൊക്കെ എല്ലാവരും അറിയപ്പെടുന്നില്ല. അത് സാറ് ഒരു തന്ന ഒരു സാറാണ് എങ്ങനെ ഒരു കോമഡി ആദ്യമായിട്ട് തരുന്നത്. നമുക്കതിലേക്ക് എത്താം. അത് മുമ്പ് ചേട്ടൻ്റെ ഒരു യാത്ര തുടങ്ങിയിടത്തേക്ക് ഞാൻ പോവാണ്. ഒരു സിനിമ എന്ന് പറയുന്നത് ആഗ്രഹിച്ച് മോഹിച്ച് എത്തപ്പെട്ടതിനപ്പുറത്തേക്ക് കോളേജിൽ പഠിക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതായിട്ടാണ് സിനിമ. അല്ലല്ല, സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ആദ്യകാലത്ത് മോഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പം കലാപരമായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയത് കലാപരിപാടികളൊക്കെ. അപ്പം ഞാൻ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വില്ലടിക്കാൻ പാട്ടിനോടാ. അത് ഞാനിവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ വേറൊരു നാടകത്തിൽ വില്ലടിക്കാൻ പാട്ട് ഞാൻ അഭിനയിച്ചിട്ടുമുണ്ട്. വില്ലടിക്കുന്ന സൈഡിൽ നിന്ന് കോമഡി കാണിക്കുന്നതായിട്ട്. ഞാനത് സ്കൂളിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ വില്ലടിക്കാൻ പാട്ടും കലാപ്രസംഗവും കൊണ്ട് ഞാൻ എപ്പോഴും പോയി കാണും. അന്ന് മിമിക്രി ഒന്നും ഇറങ്ങിയിട്ടില്ല. അന്ന് ഈ മോണോ ആക്ട് ഉണ്ട്, പിന്നെ ഹാസ്യകലാ പ്രകടനം നമ്പർ 2, 3. അതിനുശേഷം ഒക്കെയാണ് ഞാൻ ആ രംഗത്തേക്ക് വരുന്നത്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ആ ടൈറ്റിലാണ് ഞാൻ എല്ലായിടത്തും പറയാറുള്ളത്. ആ പടത്തിൻ്റെ ടൈറ്റിലാണ് സമയമായില്ല. ഈ ചന്ദ്രകുമാർ സാറാണ് ഡയറക്ടർ. എബിമർ, പൊന്നമ്മൻ ചേച്ചി, ഉമ്മറുക്ക, പപ്പുച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് താരനിശയുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ട് കാണാനായിട്ട് ഞാൻ ചെന്നപ്പം അവിചാരിതമായിട്ട് അതിൻ്റെ ഒരു സംഘാടകൻ എൻ്റെ അച്ഛൻ്റെ കൂടെയൊക്കെ ജോലി ചെയ്തിരുന്നതാണ്, അറിയാവുന്ന. അപ്പോൾ എൻ്റെ അടുത്ത് എടാ നീ ഒരു കാര്യം ചെയ്യും, എനിക്ക് കുറച്ച് ആൾക്കാരെ സംഘടിപ്പിച്ച് തരണം, ഒരു ജാഥ വേണം, വെള്ളേ 45-50 വയസ്സ്.
നീ എഴുകാരനല്ലേ, നിനക്ക് കുറേ ബന്ധമുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഞാൻ തരാം. അങ്ങനെ ഞാൻ FACT 4 മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരോടൊക്കെ ഒന്ന് അഭിനയിക്കണം. എല്ലാവരുടെയും ഉള്ളിലുണ്ട് അഭിനയിക്കണം, ഞങ്ങൾ പൈസ ഒന്നുമില്ല, വരാടാണ്. അങ്ങനെ അവർ കുറച്ച് നേരം മതി തോന്നും. അവർ 10 പേരെ പറഞ്ഞില്ല, അവർ 10-15 പേരെ കൊണ്ട് കൊടുത്തു. അപ്പം ഞാൻ ചോദിച്ചു ഞാനും വരട്ടെ ചോദിച്ചു. അപ്പം ഞാൻ ട്രൗസറാണ്, മുണ്ട് ഷർട്ടപ്പാണല്ലോ. അതൊക്കെ ഞാൻ ഓടി അച്ഛൻ്റെ മുണ്ട് ഷർട്ട് ഓടി. അങ്ങനെ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നത്. ചന്ദ്രബോസ് അന്ന് ചീത്തയും പറഞ്ഞില്ല, ക്യാമറയെ നോക്കി എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല, ഞാനിങ്ങനെ ക്യാമറ നോക്കല്ലോ. അപ്പോൾ അതാണ് ആദ്യത്തെ തുടക്കം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൂടുതൽ ഹാസ്യ കലാപരിപാടി, അതായത് ബോംബെ ഹരേ കൃഷ്ണ ഹരേ രാമാനുജ ട്രൂപ്പിൻ്റെ കൂടെ 3 മസ്കറ്റൂർസ് എന്നൊരു പ്രോഗ്രാം FACT ഉദ്യോഗമണ്ഡൽ ലളിതകലാ കേന്ദ്രത്തിൻ്റെ പ്രോഗ്രാമിൽ വന്നു. അതിൽ കൊതുക് നാണപ്പൻ ചേട്ടനെ കേട്ടിട്ടുണ്ടാവും, പഴയ ആളാണ്, ആർട്ടിസ്റ്റായിരുന്നു, വലിയ ഫേമസ് ഡബിങ് ആർട്ടിസ്റ്റൊക്കെയാണ്. കൊതുക് നാണപ്പൻ എന്നാണ് പറയുക. ചേട്ടൻ്റെ കൂടെ 3 പേര് വെച്ചിട്ടൊരു 1 മണിക്കൂർ സ്കിറ്റ്, അത് ഞാൻ ആദ്യമായിട്ട് കാണാൻ സാധിച്ചു. ഭയങ്കരമായ ത്രില്ലടിച്ചത്. അതിൽ നിന്നാണ് എനിക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നത് കോമഡി പരിപാടികൾ തുടങ്ങാം. അത് തന്നെ കട്ടെടുത്ത് പല സ്റ്റേജിൽ ചെയ്ത് അങ്ങനെ അവിടെ നിന്ന് പിന്നെ കോളേജിൽ അമിച്ചർ നാടകങ്ങളിൽ ഇൻട്രസ്റ്റായി. അപ്പം പഠിത്തത്തിലൊക്കെ ചില കുഴപ്പങ്ങൾ വന്നു, അച്ഛനൊക്കെ പ്രശ്നമായി. ആ സമയത്ത് ഞാൻ അന്ന് മിമിക്രി തുടങ്ങിയിട്ടില്ല. കലാഭവനാണ് ആദ്യം മിമിക്രി പരിപാടി തുടങ്ങുന്നത്, അത് തുടങ്ങിയിട്ടില്ല, പൂപ്പ് തുടങ്ങിയിട്ടില്ല. ഇതുപോലെയുള്ള ചെറിയ പരിപാടി ഞാൻ എവിടെയെങ്കിലും 2 പേരെ വെച്ച് ചെയ്യുമ്പോൾ അപ്പുറത്ത് തന്നെ അൻസാറും പ്രസാദും ഉണ്ടാവും, അവരൊക്കെ വേറെ അതുപോലെ ഈ ട്രൂപ്പായിട്ടല്ല 2 പേര് 3 പേര് ചില കോമഡി. അതെല്ലാം കഴിഞ്ഞ് ട്രൂപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്നെ ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നൊരു അച്ഛൻ 1980 അവസാന കാലഘട്ടത്തിൽ എന്നെ ഇവിടുന്ന് മാറ്റി. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ആൾക്കാർ ബോംബെയിൽ, അവരെല്ലാം നല്ല ഹൈ സെറ്റപ്പിലാണ്. അവരോട് പറഞ്ഞിട്ട് ഇതിന് ജോലി വാങ്ങിച്ചു കൊടുക്കുക, ഞാൻ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടിട്ടെ എന്ന് ചോദിച്ചു. അവർ നോക്കട്ടെ എന്ന് പറഞ്ഞുള്ളൂ. അതിന് മുമ്പ് അച്ഛൻ എന്നെ അവിടെ എത്തിച്ചു. ഇവിടെ നിന്നാൽ ശരിയാവില്ല. അവിടെ ചെന്നിട്ട് ഞാൻ 80-ലൊക്കെ അവിടെ ചെന്ന കാലഘട്ടം ആദ്യം കുറച്ച് ഇവിടുന്ന് പോകുന്നല്ലേ, അതിൻ്റെതായ കുറേ ഫീലിങ്സ് ഉണ്ടായിരുന്നു. വരണോ പോയാലോ തിരിച്ച് വന്നാലോ എങ്ങനെ ഇവിടെ നിൽക്കുന്ന ഇങ്ങനെ ബന്ധുക്കാരുടെ അടുത്തൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ബാച്ചിലേഴ്സ് അക്കോമഡേഷൻ തപ്പി കണ്ടുപിടിച്ച് അവിടെ ഞാൻ ഒരു ഓർക്കസ്ട്രക്കാരെ പരിചയപ്പെട്ടു. ഒരു കോഴിക്കോട് രവികുമാർ, അങ്ങനെ ഭയങ്കര ബിസിനസ് മദ്രാസിലൊക്കെ നല്ല അതിൽ വലിയ ബിസിനസ് ലെജൻഡായിട്ടിരിക്കുക. അദ്ദേഹം മിമിക്രി ചെയ്യുന്നുണ്ട്, വിഷുവിലൊക്കെ വെച്ചിട്ട് ഇപ്പോഴും നല്ല നല്ല പുതിയ പുതിയ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, കൊള്ളാം. ആ പരിചയപ്പെട്ടു. അങ്ങനെ പരിചയപ്പെട്ട് ഞാൻ ഇടയിലെ സ്റ്റേജിലേക്ക് വിളിച്ചു വരാൻ പറഞ്ഞു. അപ്പം അന്ന് അവർ രണ്ടാമത്തെ അവാർഡ് നൈറ്റ് കിടക്കുക. മധു സാറ്, ചുവാരി ചേച്ചി, ശ്രീമൻ ചേച്ചി, അങ്ങനെ ഒരുപാട് താരങ്ങളെ വെച്ചിട്ട് ജ്യോതി ചേട്ടൻ, അവർ തരംഗിണിയുടെ തരംഗിണി എന്നാണ് ആ ട്രൂപ്പിൻ്റെ പേര്, അവരുടെ ഓർക്കസ്ട്ര. അപ്പം അവിടെ അതിന് മുമ്പ് ഞാനൊരു ദിവസം ഒരു പ്രോഗ്രാമിൽ ചെന്നപ്പോഴാണ് വിചാരിതമായിട്ട് അബിയെ പരിചയപ്പെട്ടു. അബി അന്ന് അവിടെ പഠിക്കാൻ വന്നതാണ്, സാനിറ്ററി ഫുഡ് ഇൻസ്പെക്ടർ കോഴ്സ് പഠിക്കാൻ വന്നു. അപ്പോൾ ഒരു നാടകത്തിന് മുമ്പ് ഇവൻ്റെ മിമിക്രി അബിയുടെ. അപ്പോൾ എന്നെ ഒരാൾ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ ഇതെല്ലാം വിട്ടിട്ടുള്ള ആളാണ്. വാ നമുക്ക് കാണാം, വെറുതെ വൈകുന്നേരം വെറുതെ സമയങ്ങളായാലും ശരി എന്നാൽ പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ആ മിമിക്രി കണ്ടപ്പോൾ എനിക്കൊരു പരിചയപ്പെട്ടു തോന്നി. അങ്ങനെ ഈ റൂമിൽ പോയിട്ട് ഇവനെ പരിചയപ്പെട്ടു. മൂവാറ്റുപുഴക്കാരനാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇവരെയും കൂടെ നിർത്തി നമുക്ക് അവിടെ ഉടനെ തുടങ്ങിയാലോ. ബോംബെയിൽ തരകിനി ഓർക്കസ്ട്രക്കാരെയും പരിചയമുണ്ട്. ഞാൻ പറഞ്ഞു അബി എൻ്റെ കൂടെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പം അബി ഹോസ്റ്റലിൽ നിന്നിട്ട് ഭ്രാന്തായിട്ട് അവൻ അവിടെ പോകാനും പറ്റാതെ അവന് ഒരു താല്പര്യമില്ല, ഇവിടെ പുറത്ത് ചാടാൻ നിൽക്കുക. ഞാൻ പറയാം നീ എൻ്റെ കൂടെ താമസിച്ചു, എൻ്റെ റൂമിൽ ഞാനും അവരും കൂടെ താമസിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ മലയാളി സമാജവും ഇതുപോലെ തരകണിയിൽ മെയിൻ സകല മിക്കപ്പോഴും മാസം നല്ല പ്രോഗ്രാംസ് ഉണ്ടാവും. അങ്ങനെ അപ്പോൾ ജോലിയോടുള്ള താല്പര്യം കുറഞ്ഞു. ഞാൻ എയർ കാർഗോ അതോറിറ്റിയിൽ കാർഗോ അസിസ്റ്റൻ്റായിട്ടായിരുന്നു ജോലി ചെയ്തത്. അപ്പോൾ ടൈപ്പിങ്ങും എല്ലാം ചെയ്യണം. 6 മണി കഴിഞ്ഞാൽ എനിക്ക് പുറത്തിറങ്ങും. ഇതിൽ സ്റ്റേജാണ് മനസ്സിൽ. അപ്പോൾ അതിനെന്തെല്ലാം കള്ളത്തരം പറയാമോ അതെല്ലാം പറഞ്ഞ് അങ്ങനെ അവിടെ അവരും പറഞ്ഞു ഇങ്ങനെ ആവർത്തിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് ജോലി. എൻ്റെ കസിൻ തന്നെ എനിക്ക് ജോലി വാങ്ങിച്ചത്, അച്ഛൻ്റെ ചിറ്റയുടെ മകനാണ് ജോലി വാങ്ങിച്ചത്. അങ്ങേരും പറഞ്ഞു നീ ഇത് എൻ്റെ പേര് കൂടെ ചീത്ത എപ്പോഴും ലീവ്, ഇടയ്ക്ക് രാവിലെ എന്നും പനി എന്നൊക്കെ പറഞ്ഞിട്ട് ലീവാണ്. പ്രോഗ്രാം അനുഭവം കാരണം ഞാനിങ്ങൾ ഇവിടുന്ന് താരങ്ങളെ കൊണ്ടുപോകും അവാർഡായിട്ട്, അതുപോലെ പ്ലേബാക്ക് സിംഗേഴ്സിനെ കൊണ്ടുപോകും. മാർക്കോസ്, ഉണ്ണിയേട്ടൻ,
മാർക്കോസ് ചേട്ടൻ, ഉണ്ണിയേട്ടൻ, അങ്ങനെ ബിജു നാരായണൻ, ഒരുപാട് അപ്സൽ, അവർ മാത്രം, മിനി, സുജാത ചേച്ചി, ഞങ്ങളുടെ ഓർക്കസ്ട്ര, മിമിക്രി ഞാനും അഭി. അതിങ്ങനെ ഒരുപാട് പ്രോഗ്രാം കൊണ്ടുവന്നു. അപ്പോൾ ജോലിക്കൊക്കെ ഭയങ്കര അത്രയും പ്രോഗ്രാം കഴിഞ്ഞ് രാവിലെ ഇറങ്ങിയിട്ട് ജോലിക്ക് പറയാം, ജോലി കളഞ്ഞിട്ടില്ല, ജോലി ചെയ്താൽ ശ്രദ്ധയില്ല, മിസ്റ്റേക്കുകൾ വരുന്നു. അപ്പോൾ എന്നും മുകളിൽ നിന്ന് എൻ്റെ കൂടെ കുറേ 1-2 ലേഡീസ് സ്റ്റാഫുണ്ട്, അവർക്ക് നമ്മളെ വലിയ ഇഷ്ടമാണ്. നമ്മൾ ഈ അവിടെയൊക്കെ മിമിക്രി കാണിക്കുന്നുണ്ടേ, അവർ പറയും ആർത്തു ഇങ്ങനെ പോകല്, നീ ശ്രദ്ധിക്കരുത്, നിന്നെ കുറിച്ച് ഇവിടെ എന്നും കംപ്ലൈൻ്റ് ആണെന്നൊക്കെ പറയും, നീ സമയത്തിന് വന്നില്ല, നീ നേരത്തെ പോകണം, മുഴുവൻ പണി പൂർത്തിയാക്കാതെ പോകുന്നതൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ, ഞാനാണ് നിന്നെ രക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെണ്ണുങ്ങൾ പറയും. അപ്പോൾ അവരൊക്കെ റിട്ടയറായപ്പോൾ ഇടയ്ക്ക് വിളിക്കാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വേണ്ട. അപ്പോൾ ഒരു മാർക്കോസിൻ്റെ ഒരു പ്രോഗ്രാം എനിക്ക് പോയേ പറ്റൂ. അതാണെങ്കിൽ ഈ ഓഫീസിൽ മസ്റ്റായിട്ട് വന്നേ പറ്റും, അത്രയും ഷിപ്പിംഗ് ബില്ലുകളും കാര്യങ്ങളും ഒരു NDR സംഭവങ്ങളൊക്കെയാണ്. അത് രജിസ്റ്റർ ചെയ്ത് പോയിട്ടില്ലെങ്കിൽ വലിയ ഇഷ്യൂ ആവും. ഞാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, എൻ്റെ മനസ്സിൽ മുഴുവൻ മാർക്കോസ്, മിമ്മിനി, അഭിയും വന്നിട്ടുണ്ട്. അഭി അന്ന് നാട്ടിൽ പോയി ഇടയ്ക്ക് എന്നിട്ട് തിരിച്ച് വന്നു. 2.5 വർഷം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അവനെയും കൊണ്ടുവന്നു അവിടെ പരിപാടി, ഞാനും ഉണ്ട്. എനിക്കൊരു 3 മണി 3:30 ആയപ്പോഴേക്കും ഇരിക്കപ്പുറത്ത് എങ്ങനെ പോകും ഇവരെല്ലാം സ്ട്രിക്റ്റാണ്, എല്ലാവരും എന്നെ വാച്ച് ചെയ്ത് 4 മണിയാകുമ്പോൾ എന്തെങ്കിലും പറഞ്ഞിറങ്ങും. ഇവ പണ്ട് അപ്പോൾ ഈ ചില ബില്ലുകളുണ്ടെങ്കിൽ എയർപോർട്ടിൽ കൊടുക്കാനൊക്കെ പണ്ട് ഞാനാണ് പോയിക്കൊണ്ടിരുന്നത്. അതൊന്നും എൻ്റെ തരുന്നില്ല, നീ പോട്ടെ വേറെ ആൾക്കാർ പോയിക്കൊള്ളു, ഞാനിനി പോയിട്ട് ഞാൻ വഴി പോയാലോ. ഞാൻ 5:30 6 മണിയായപ്പോൾ ഞാൻ 2 കൽപ്പിച്ചിറങ്ങി. എനിക്കെന്ത് വയ്യായിക തോന്നുന്നത് പറഞ്ഞു. ഇവരെന്തിനും മുകളിൽ പോയപ്പോൾ ഞാൻ അവിടെ 6 മണിക്ക് ഇറങ്ങാം, ഡ്യൂട്ടി കഴിയും. അത് കഴിഞ്ഞ് അഡീഷണലാണ് ഇരിക്കേണ്ടത്. ഞാൻ ഇരുന്നില്ല, ഞാൻ പോയി സ്റ്റേജ് പോയി. പിറ്റേ ദിവസം ഒരു ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തു, മഞ്ഞപ്പിത്ത നമ്പർ. പിന്നെ അവരത് എൻക്വയറിക്ക് ഇട്ടു. 2-3 ദിവസമൊക്കെ ഞാൻ റൂമിൽ ഇങ്ങനെ, എൻ്റെ കുറച്ച് സ്റ്റാഫ് ഉണ്ട് അവിടെ, നമുക്ക് മെസ്സേജ് തരുന്നത്. ചന്ദ്രശേഖരൻ എടാ ഏത് നിമിഷവും നിൻ്റെ റൂം ജനറൽ മാനേജർ എൻക്വയറിക്ക് വരും, നീ നോക്കിക്കോട്ടെ. വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ ഓഫീസ് കൂടുന്ന സമയത്തനുസരിച്ച് ഞാൻ കുറച്ച് ആപ്പിലൊക്കെ വാങ്ങിച്ച് വെച്ച് റെസ്റ്റ് പോലെ കിടക്കും. 4-5 ദിവസം നോക്കിയിട്ട് കാണാനില്ല. ഇനി വരാൻ ഒരു ദിവസം വന്നപ്പോഴേക്കും അവർ വന്ന് ഒരു ലെറ്റർ ഡോറിൻ്റെ ലോക്കിൽ വെച്ചിട്ട് പോയി. അല്ലേ, നിങ്ങൾ നാളെ വരിക, നിങ്ങൾക്ക് ടെർമിനേറ്റ് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ റിസൈൻ ചെയ്യാൻ പോകും. ടെർമിനേറ്റ് ചെയ്താൽ ഒന്നും കിട്ടില്ല. റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ 1 മാസം ശമ്പളം കിട്ടും, ബാക്കിയുള്ള ആനുകൂല്യങ്ങൾ തരാവുന്നതായിരുന്നു. ആനുകൂല്യം തന്നില്ല, ശമ്പളം തന്നു. ഞാൻ റിസിഗ്നേഷൻ കൊടുത്തു, കാരണം എനിക്ക് പറ്റില്ല എന്ന് നോക്കി. അതിന് പിന്നെ ഫുൾ കലയായിരുന്നു. തരംഗിണി ഓർക്കസ്ട്ര ബോംബെ, അതിൻ്റെ കാര്യങ്ങൾ. അത് ബോംബെ, ദുബായ്, മസ്കറ്റ് വരെ ഒരുപാട് സ്ഥലങ്ങളാണ്. നെടുമുടി ചേട്ടൻ, ഇന്നസെൻ്റ് ചേട്ടനൊക്കെ ആയിട്ട് എൻ്റെ ടൂറുകൾ, ഒരുപാട് പ്രോഗ്രാംസ് നടത്തി. അതെ, കലയായിട്ട് പിന്നെ അതുമായിട്ട് അങ്ങ് ബ്ലെൻഡായി. പിന്നെ ബോംബെയിലെ ചില സാങ്കേതിക കാരണങ്ങളാൽ പ്രോഗ്രാമുകൾ കുറഞ്ഞു. കാരണം ഷൺമുഖാനന്ദമായിരുന്നു മെയിൻ ബേസ്. ഏഷ്യയിലെ നമ്പർ 1 ഓഡിറ്റോറിയമാണ് ഷൺമുഖാനന്ദ. ഏതൊരു മലയാളിയും ആഗ്രഹിക്കുന്ന ഒരു ഓഡിറ്റോറിയം. അത് കത്തി, ഒരു സ്കൂൾ പ്രോഗ്രാം മൊത്തം കത്തിപ്പോയി. കത്തിപ്പോയിട്ട് ഏതാണ്ട് തിരിച്ച് 5-6 വർഷം കഴിഞ്ഞിട്ട് അത് റെഡിയായത്. അത്രയും കത്തിപ്പോയി. അതോടെ പകുതി പ്രോഗ്രാം കുറഞ്ഞു. പിന്നെ വരുന്നത് സീസണൽ പ്രോഗ്രാമുകളാണ്. ആശ്രയിച്ച് നിൽക്കുക എന്നുള്ളതൊരു ടെൻഷനാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു സ്പോൺസർ ഉണ്ടായിരുന്നു, മണി നായർ. അദ്ദേഹം മരിച്ചുപോയി, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം സിനിമയിലേക്ക് കയറും, ഹിന്ദി സിനിമ. അതിൻ്റെ ചില പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഞാനും കൂടെ കൂടി. ഹിന്ദി സിനിമ ചെയ്തില്ല. അപ്പോൾ അതിനുള്ള കഥകളുണ്ടാക്കി, പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തു, പല ആർട്ടിസ്റ്റുകളെയും പോയി കണ്ടു, പലരുമായിട്ട് സംസാരിച്ചു. നടക്കാതെ ഈ മലയാളം പടം മാറ്റി ചെയ്യാൻ ഹിന്ദിയിലേക്ക് നോക്കി. ഹിന്ദിയിൽ പഴയ പടത്ത് മലയാളമാക്കിയാലോ എന്ന് ചിന്തിച്ചു. അതിന് ഓഡിയോ കാസറ്റ് കമ്പനി തുടങ്ങി. അതൊക്കെ പോയി അവസരം. അതെല്ലാം സ്പോൺസർ ചെയ്യാൻ ആളുണ്ടായിരുന്നു, ഞാനാണ് പ്രവർത്തനം. പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഓർക്കസ്ട്രയൊക്കെ പലകത്താണ്. എല്ലാവരും പല വഴിക്ക് ദുബായ്, മസ്കറ്റ് ജോലിക്ക് പോയി. കല്യാണം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോന്നു. മൊത്തത്തിൽ പ്രോഗ്രാം ഒന്ന് താന്നു. അഭിയും പോന്നു. ഞാനും പതുക്കെ ബോംബെ പോന്നു. വന്നിട്ട് അവിടെ ഇവിടെ ആയിട്ട് എപ്പോഴും ബോംബെ പ്രോഗ്രാമിൽ പോകും. വർഷത്തിൽ 6 പ്രാവശ്യം പോകും ബോംബെ പ്രോഗ്രാമായിട്ട്. ഇവിടെ ഞാൻ വന്ന് കയറിയപ്പോൾ അബി ഇവിടെ നല്ല ഫുൾ സ്ട്രെങ്ത്തിൽ നിൽക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, നീ ഒരു കാര്യം ഞാൻ എൻ്റെ കൂടെ പോയിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് കൊച്ചിൻ ഓസ്കർ അതിൽ കയറി. ഒരു സ്റ്റേജ് പ്രോഗ്രാം, മാസത്തിൽ നല്ല പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അബി സ്വന്തം ഒരു ഗ്രൂപ്പ് തുടങ്ങി, കൊച്ചിൻ സാഗർ. അതിൽ വന്നിട്ട് ഞാൻ അതിൻ്റെ ഗ്രൂപ്പ് മാനേജരായി പ്രോഗ്രാം ചെയ്തു. അപ്പോൾ അതിനകത്ത് വെച്ചാണ് ദിലീപിനെ കാണുന്നത്, പരിചയപ്പെടുന്നത്. ദിലീപ്, ജോർജ്,
സലീം കുമാർ, മുട്ടൈ നസീർ, രമേശ് ഫക്രു, അത് ഞങ്ങൾ വലിയൊരു കൊച്ചിൻ മൻസൂർ, വലിയൊരു ഗ്രൂപ്പായിരുന്നു. കേരളത്തിലെ നമ്പർ 1 ഗ്രൂപ്പായി അത്. ഡെയിലി പ്രോഗ്രാം, ഇഷ്ടമാതിരി പ്രോഗ്രാം. ആ കാലഘട്ടത്തിൽ വീഡിയോ ഓഡിയോ ഇറങ്ങാൻ തുടങ്ങി. ആദർശം അത് 14 ഓഡിയോ നമ്മൾ ചെയ്തു. അത് വിഷ്വൽ ചെയ്യാൻ തുടങ്ങി. വിഷ്വൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ പ്രൊഡക്ഷൻ ചാർജ് ഞാനായിരുന്നു. ലാൽ ജോസ് ഒക്കെയാണ് ആദ്യത്തെ രണ്ടാമത്തെ വീഡിയോ കാസ്റ്റ് ഡയറക്ടർ. ലാൽ ജോസും ദിലീപും കൂടി. ലാലും എൻ്റെ കൂടെ നീ ഒരു കാര്യം ചെയ്യും. അന്ന് ദിലീപ് സിനിമയിൽ കയറി, അഭിനയത്തിലെത്തി. അസിസ്റ്റന്റ് ഡയറക്ടർ സിനിമയിൽ കയറി സല്ലാപം അഭിനയിക്കാൻ നിൽക്കുന്ന കാലഘട്ടം. നിനക്ക് പ്രൊഡക്ഷനിൽ ഷൈൻ ചെയ്യാൻ പറ്റും, നീ ഏതെങ്കിലും സിനിമയിൽ കയറാൻ നോക്കാം. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കണക്ഷനും ഇല്ല. ലാലുവാണ് അന്നത്തെ. ലാലു നീ ഒരു കാര്യം ചെയ്യും, ദിലീപിനോട് പറ. അവനിപ്പോൾ നായകനെ കേട്ട് അഭിനയിക്കില്ല. അവൻ വിചാരിച്ചു അവൻ പറഞ്ഞാൽ കേൾക്കും. ഞാൻ ദിലീപിനെ കിടക്കും വേണമെങ്കിൽ ഞാൻ നല്ല എന്തെങ്കിലും കമ്പനി വരട്ടെ എന്നിട്ട് പറയാം. കാരണം എല്ലായിടത്തും പോയി ചെയ്യലുണ്ട്. ഞാൻ പറയാം അവിടെ ചെന്നാൽ മതി നീ. അങ്ങനെ ദിലീപ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സെവനാർട്സ് മോഹനേട്ടൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അന്ന് മോഹനേട്ടൻ അന്നും എന്നും ലീഡിങ് കൺട്രോളറായിരുന്നു. സെവനാർട്സ് മോഹൻ എന്ന് പറഞ്ഞാൽ അറിയാത്തവരില്ല, ഒരു വലിയ കൺട്രോളർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അദ്ദേഹം നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞ് ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചു. അദ്ദേഹം വിളിച്ച പടമാണ് ലേലം. ലേലത്തിലാണ് ഞാൻ ആദ്യമായിട്ട് പ്രൊഡക്ഷൻ. അപ്പോൾ അത് ചെന്നപ്പോൾ ജോൾ സാറിന് എന്നെ അറിയാമെന്നും പറഞ്ഞു. ഈ TV ഒക്കെ കണ്ടിരുന്നു. സാറ് അതിനകത്ത് എനിക്ക് വേഷം സുരേഷ് ഗോപിയുടെ മാനേജരായിട്ട്. അതിനുശേഷം സാറിൻ്റെ എല്ലാ പടങ്ങളും സാറിൻ്റെ എൻ്റെ വലിയ തൽപരമായിട്ട് എല്ലാ പടത്തിലും ഉൾപ്പെടുത്തും. സാറിൻ്റെ ആ കാലഘട്ടത്തിലെ എല്ലാ പടങ്ങളിലും ഞാൻ മോനേട്ടനായിരുന്നു കൺട്രോൾ. ഞാൻ തന്നെ അതിനകത്ത് എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെ മലയാളത്തിലെ ലീഡിങ് കാര്യമായിട്ട് രജപുത്ര രഞ്ജിത്തേട്ടൻ, ചിപ്പി രഞ്ജിത്തേട്ടൻ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. രഞ്ജിത്തേട്ടൻ്റെ വാനമ്പാടി സീരിയലാണ്. സിദ്ധു പനകിൽ, സേതു അടൂര്, അരോമോഹൻ, ഇവരുടെ കൂടെ ആൽവിൻ ആന്റണി, പ്രശസ്തമായവരോടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റി. അതിലൊക്കെ അഭിനയിക്കാനും പറ്റി. അങ്ങനെയാണ് സിനിമയിലേക്ക് ഇങ്ങനെ വരുന്നത്. അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ ജോഷി സാറിൻ്റെ പടം ചെയ്യാൻ പറ്റി, അതിൽ അഭിനയിക്കാൻ. പ്രിയദർശൻ സാറിൻ്റെ പടം അഭിനയിക്കാൻ പറ്റി, അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യാൻ പറ്റി. ഗൗതം മേനോൻ സാറിൻ്റെ പടത്തിൽ വർക്ക് ചെയ്തു. പിന്നെ തൻ്റെ പരിപാടി അഭിനയിക്കുകയും ചെയ്തു. അതെൻ്റെ അനിയനായിരുന്നു അതിൻ്റെ ആള്. ശശി കൺട്രോളറായിട്ടില്ല. ഞാൻ അതിനകത്ത് ഈ കേരളത്തിലെ ആലപ്പുഴ പോർഷനിൽ പ്രവർത്തിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ അനുജൻ അതിൻ്റെ ഒരു ഇൻചാർജ് ഉണ്ടായിരുന്നു, ശശി പൊതുവാൾ എന്ന് പറഞ്ഞു. ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന അവനാണ് അതിനകത്ത് ഇങ്ങനെ വിളിപ്പിച്ചത്. അത് ചെയ്തു. പിന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയത് മറവത്തൂർക്കുന്നൊരു നല്ലൊരു പാട്ട് ജ്യൂസ് തന്നു, കരുണാമയന്. ഹിറ്റായി. നമ്മൾ ചെയ്യുന്ന പാട്ടുകളൊക്കെ ചെയ്യാൻ സഹായിച്ച ഒരു സീനെങ്കിലും അത് ഹിറ്റായി മാറാറുണ്ട്. അതൊക്കെ വലിയ ഭാഗ്യം കിട്ടി. ജൂനിയർ ആൻ്റണിയുടെ പടത്തിലാണ് CD മൂസയിലും ഒക്കെ നല്ല വേഷങ്ങൾ കിട്ടാണ്. പിന്നെ കമലഹാസൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചു. അതൊന്നും വലിയൊരു അനുഭവമാണ്. കാരണം അദ്ദേഹത്തോട്ട് പരിചയപ്പെടാനും സംസാരിക്കാനും ഇടപഴകാനൊക്കെ സാധിച്ചു. നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷെ വളരെ നല്ല പെരുമാറ്റവും നന്നായി പാടുകയും ചെയ്യും അദ്ദേഹം. ആ പാട്ടൊക്കെ അദ്ദേഹം അഭിനയിച്ച എല്ലാ മലയാള പടത്തിലെ പാട്ടും ബൈഹാട്ടാണ്. കമൽഹാസൻ നന്നായി പാടും. ഞാൻ ഇങ്ങനെ എത്തും പുള്ളി പാടും. അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കിട്ടി. ഇന്ത്യൻ ടൂല് നെടുമുടി വേണുചേട്ടൻ്റെ ഇതായിട്ട് പിന്നീട് ആ ലുക്കും വേറെ ആയിരുന്നല്ലോ. ഇപ്പൊ പറഞ്ഞതുപോലെ ചെയ്തിരിക്കുന്നത് ചെറിയ വേഷങ്ങളാണെങ്കിൽ പോലും അത് മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള വേഷമാണ്. അതിൽ ഏറ്റവും പറയേണ്ടത് വെട്ടം സിനിമയിലെ കഥാപാത്രം മാധവൻ നായരും പാപ്പൻ. വേറെ ഗെറ്റപ്പാ. ഈ വെട്ടത്തിൽ പറയുമ്പോൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അന്ന് അത് അഭിനയിക്കുമ്പോൾ ഒന്നും ഇത്ര വലിയ ട്രെൻഡ് ആവുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. വെറുതെ ഒരു നമസ്കാരവും പറയും. സാറിന് അറിയായിരിക്കും. കാരണം ഞാൻ ഒരിക്കലും ഞാൻ വെറുതെ കാണിച്ചതാ. കാണിച്ചപ്പോൾ ദിലീപ് അതിനൊന്നും കൗണ്ടർ കൊടുത്തു. അവനോട് സാർ അത് ഏറ്റെടുത്തു, നീ അത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ മനസ്സിൽ അത് കാൽക്കുലേഷൻ ഉണ്ട്. അല്ലെങ്കിൽ സാറെന്ന് പറഞ്ഞാൽ ഇതിന് ഭയങ്കര ഈ കോമഡി പറഞ്ഞു തരാൻ ഭയങ്കര കാണിക്കാനും പറഞ്ഞു തരാൻ ഭയങ്കര പിടിക്കണം. അല്ല അത്ര സെൻസാണ് കോമഡിയെ കുറിച്ച്. ചെറിയ ഡയലോഗാണെങ്കിൽ അതിൽ കോമഡി ഇല്ലെങ്കിൽ ഇല്ലാതാണ് പുള്ളി. അതാണ് പുള്ളിയുടെ പടം വിജയം. സാറിന് എന്താ മനസ്സിലായി, ഇത് സ്ട്രൈക്ക് ചെയ്യുന്നു, നീ അത് റിപ്പീറ്റ് ചെയ്യാൻ. അത് റിപ്പീറ്റ് ചെയ്യാൻ അനുസരിച്ച് ദിലീപ് കൗണ്ടറും പറഞ്ഞു.
ഇത് 2-3 വട്ടം പോയിട്ട് കാണിക്കുമ്പോഴുള്ള പിന്നെ പേര് പറയുന്ന സീനും അതിപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലാവും. അതെ, ഇതിന് പിന്നില് അത് സാറേ എനിക്ക് സാറ് എഴുതി വെച്ച ഡയലോഗ് അല്ലാതെ നിന്റെ വായ തോന്നി നീ പറഞ്ഞു, ഞാൻ എഡിറ്റ് ചെയ്തോളാം, നീ പറഞ്ഞോ. സ്വാതന്ത്ര്യം ആ ഒരു സ്വാതന്ത്ര്യം. അങ്ങനെ ഇന്നോവേറ്റീവ് ആയിട്ട് പിന്നെ എന്തെങ്കിലും കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടോ? അങ്ങനെ ഇപ്പൊ കഥ പറഞ്ഞിട്ട് സിനിമയിലേക്ക് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞിട്ട് സിനിമയിലേക്ക് വിളിക്കുന്ന ആദ്യത്തെ സിനിമയാണ് ഭരതനാട്യം. എൻ്റെ അടുത്ത് വന്ന് കഥ ആദ്യമായിട്ട് പറയുന്നത്. കാരണം പലരും വരുമ്പോൾ ആറോളം ഈറോളം പറഞ്ഞാൽ പോവാറേ ഉള്ളൂ. ഇത് ഇന്ന കഥാപാത്രമാണ്, ഇതാണ് കഥ, ഇതാണ് നിങ്ങളുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ കഥ പറഞ്ഞു. അത് എൻ്റെ ലൊക്കേഷനിൽ വന്ന് എന്നെ അറിയ പോലും ഇല്ല. അങ്ങനെ അറിയായിരിക്കാം, എനിക്കറിയില്ല. അപ്പം അദ്ദേഹത്തിന് എന്നെ അറിയായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പേര് പറയില്ലോ. ഷൈജു ആണ് പ്രൊഡ്യൂസർ. ഷൈജുവിനോട് പറഞ്ഞത് എൻ്റെ സിനിമയ്ക്ക് 2 പേര് എനിക്ക് മസ്റ്റാണ്. ഒന്ന് കലാരഞ്ജിനി ചേച്ചി, ഒന്ന് നന്ദപ്പുഴ. ബാക്കി ആരെ വേണമെങ്കിൽ ഓപ്ഷൻ വെച്ചോളാൻ പറഞ്ഞു. ഇവരെ 2 പേരും എനിക്ക് തരണം. അങ്ങനെ ഷൈജു എന്നോട് സുരേഷ് ഏട്ടൻ്റെ മകളുടെ കല്യാണത്തിൻ്റെ അന്ന് സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് ഞാൻ ചെന്നപ്പോൾ എടുത്തു അഞ്ചടാ ഒരു വിളി വരും, ഉഗ്ര വേഷമാണ് കേട്ടോ. ഷൈജു അങ്ങനെ ആവശ്യമില്ലാതെ ഒരു കാര്യത്തിലൂടെ പറയാത്തല്ല. മ്യൂസിക്കില്ലാത്തൊരു നടനാണ്. ഉള്ള കാര്യം സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നു. വളരെ നല്ല മലയാളത്തിലെ നല്ല നടന്മാരിൽ ഒരാളാണ്. അയാളങ്ങനെ പറഞ്ഞ് എന്നെ പ്രൂപ്പിക്കേണ്ട ആവശ്യമില്ല, നുണയും പറയുന്നില്ല, നുണയെ പറയില്ലല്ലോ. അപ്പം ഞാൻ ഒരു ഷൈജു വിളിച്ചോട്ടെ, അതിനെന്താ ഞാൻ കേട്ടോളാം. ഒരു ഷൈജു പറഞ്ഞിട്ട് വിളിക്കാതെ കൃഷ്ണദാസ് പൊരട്ടി ഡയറക്ടർ വിളിച്ചു. പ്രിയദർശൻ സാറിൻ്റെ ഒരു പടം ഞാൻ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. ആ ലൊക്കേഷനിൽ വന്നു കഥ പറഞ്ഞു. ആദ്യമായിട്ടാണ് ഞാൻ ഒരു മലയാള കഥ കേട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ പറഞ്ഞു. അപ്പോൾ ഇത് രണ്ടാമത് മോഹിനിയാട്ടം തുടങ്ങുമ്പോൾ എന്നോട് ദാസ് നേരത്തെ വിളിച്ചു പറഞ്ഞു, ഇന്ന മാസമാണ് ഒരു പടത്തിനും ഡേറ്റ് കൊടുത്തേക്കുന്നത്, ചേട്ടൻ പ്രൊഡക്ഷൻ പരിപാടിയും ചെയ്യായിരുന്നു. പിന്നെ ആ പടം ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ്റെ പരിപാടി നമ്മൾ ഇടയ്ക്ക് എങ്ങനെ പോകണം. അതിന് സമയമില്ലാട്ടോ ചോദിച്ചാൽ ത്രൂ ഔട്ട് ലൊക്കേഷനിലുണ്ട്. ഞാൻ ഇപ്പോഴേ പറയുകയാണ്, ചേട്ടൻ കയറി വേറെ വള്ളിയൊന്നും പിടിക്കുന്നു. സിനിമയിൽ പറയുന്ന പോലെ നിങ്ങളായിട്ട് ഇന്ന് നാട് വിട്ടു പോകാൻ സമ്മതിക്കില്ല, ത്രൂ ആയിട്ടായിട്ട് വേണം എന്നുള്ളത് പറഞ്ഞു. ഈ കഥാപാത്രങ്ങൾ ഇപ്പം വന്നു ചേരുന്നതാണ്, ഇപ്പം കഥ പറയാണ്ടാണ് എടുക്കുന്നതെന്ന് പറഞ്ഞു. പ്രൊഡക്ഷൻ ചെയ്യുന്ന സിനിമകളിൽ ഒരു വേഷം ഉണ്ടാവുമ്പോൾ ഒരു വേഷം വരുമ്പോൾ നമ്മൾ സാറിനോട് പറയും, ഡയറക്ടറോട് നേരത്തെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ, ഡയറക്ടർ സാറിന് നമുക്കൊരു വേഷം വേണം, ഞാൻ പറയാറുണ്ട്. സാറിന് എനിക്കൊരു വേഷം നോക്കട്ടെ, ആ മറ്റൊരു വേഷം നോക്കട്ടെ പറയാം. അപ്പം നമുക്കറിയാം എന്താ വേഷം എന്നുള്ളത് നമ്മൾ വായിക്കുന്നതാണ്. അപ്പോൾ ചില വേഷം എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്ററോട് ആ വേഷം നമുക്ക് വരാൻ പറയുമോ, നമുക്ക് ചോദിക്കാൻ മടിയുണ്ടാവും. റൈറ്റർ പറയുമ്പോൾ ഒരു സാറേ ഈ വേഷം ഞങ്ങൾക്ക് കൊടുത്താലോ പറയുമ്പോൾ ഒരു അങ്ങനെ പോയ വേഷങ്ങളുണ്ട്. അവിടെ ചെയ്താൽ ശരിയാവില്ല പോയ വേഷങ്ങളുണ്ട്. അങ്ങനെ ഇപ്പം പറയുന്ന ദിലീപുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് പറഞ്ഞു. ദിലീപിന്റെ മിക്ക സിനിമകളും ചേട്ടന്റെ സാന്നിധ്യം ദിലീപ് തന്നെ സജസ്റ്റ് ചെയ്തിട്ട് വരുന്നതാണോ? അങ്ങനെയുള്ള ആ ഒരു ബന്ധത്തിനെ കുറിച്ച് ഇപ്പൊ വെട്ടത്തിലെ ദിലീപിന് ഞാൻ ലയണിന്റെ ലൊക്കേഷൻ കാണാൻ പോയതാണ് പൊള്ളാച്ചി. ലയൺ പ്രൊഡക്ഷൻ സോനാഷ് ഇത് കണ്ടിട്ടുണ്ട്. ആൽവിൻ ആൻ്റണി ഉണ്ടായിരുന്നു. ഞാനും ആൽവിൻ ആൻ്റണി ഉണ്ണി രൂപാണി എന്ന് പറഞ്ഞൊരു എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു. ഞങ്ങൾ 3 പേരും കൂടിയാണ് ലയണിൻ്റെ ലൊക്കേഷൻ കാണാനായിട്ട് പൊള്ളാച്ചി, അത് ഹിൽ ഏരിയയിലാണ് ആദ്യം വെച്ചിരുന്നത്. ഈ ചെക്ക് പോസ്റ്റൊക്കെ അവിടെ ചെയ്യാൻ. ലയനല്ല, റൺവേ റൺവേയുടെ ലൊക്കേഷൻ കാണാൻ. അത് കണ്ട് തിരിച്ച് പോയപ്പോൾ ഞാൻ പോയിട്ട് ദിലീപിനെ കണ്ടിരുന്നല്ലോ. അവിടെ ഷൂട്ട് നടപ്പുണ്ട് വെട്ടത്തിൻ്റെ. CB ഉദയനാണ് എഴുതുക, അവരെയും കണ്ടു. അതൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. ഞാൻ പ്രിയൻ സാറിനെ ഒന്ന് കാണാൻ വിചാരിച്ച് നടന്നില്ല. കാരണം പ്രിയൻ സാറായിട്ട് എനിക്ക് പണ്ടൊരു പരിചയമുള്ളൂ, അതൊന്ന് പുതുക്കാമെന്ന് വിചാരിച്ച് നടന്നില്ല. ഞാൻ തിരിച്ച് പാലക്കാട് എത്തുന്നതിന് മുമ്പ് ദിലീപ് വിളിക്കുന്നു, എനിക്ക് പോയിട്ട് ധൃതിയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറയില്ല, നിന്നാൽ നാളെ ഒരു വേഷം ചെയ്യാം. ഞാൻ ദൈവം വന്നെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ബസ് കയറി പോയി, പാലക്കാടെത്തി പോയി. അല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടി കാറാകുമ്പോൾ തിരിക്കണ്ടേ എനിക്കൊരാൾക്ക് വേണ്ടി. അതൊക്കെ പ്രൊഡക്ഷനിൽ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്. ഞാൻ പറഞ്ഞു ഞാൻ ബസ് നോക്കില്ല, ഞാൻ ഒരാളല്ലല്ലോ. പൊള്ളാച്ചിക്ക് ബസ്സിന് പോയി ഉദയൻ്റെ റൂമിൽ താമസിച്ചു. രാവിലെ പോയി ഞാൻ പ്രിയൻ സാറിനെ കൊണ്ട് ആദ്യം ആ ബന്ധം പുതുക്കി. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറവൂര് വെച്ചിട്ട് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ കല്യാണത്തിന് വരുമ്പോൾ പ്രിയൻ സാറും സിസ്റ്ററും മിനി ചേച്ചി ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ ചിറ്റയുടെ മകളുടെ കല്യാണം. ഇവർ തിരുവനന്തപുരത്ത് സെറ്റിൽഡാണ്, മുടവൻ മുകളിൽ നിന്നാണ്. പ്രിയൻ സാർ ഇവർ ഭയങ്കര ഫാമിലി ഫ്രണ്ട്സാണ്. ആ ഫാമിലി ഫ്രണ്ട്സിൻ്റെ ബന്ധത്തിലാണ് പ്രിയൻ സാറും പെങ്ങളും കല്യാണത്തിൽ വന്നത്. പറഞ്ഞു അന്ന് അരം കിന്നരമൊക്കെ നടന്നിരിക്കുന്ന സമയമാണ്. സാറ് ഫേമസാണ്. സാറിന് സാറിനെ പരിചയപ്പെട്ടു, ഞാനൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ സാറ് ഭയങ്കര പനിച്ചിട്ട് ഭയങ്കര പനി. ഞാനാണ് സാറിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്.
ആ ഒരു ബന്ധം ഞാൻ പറഞ്ഞപ്പോൾ മറ്റേ മറ്റവരെ അറിയാം, ചിറ്റാന്ന് പറഞ്ഞ ഒരു അടുത്ത അയൽവാസികളും ഫാമിലി ഫ്രണ്ട്സും ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അതന്ന് പിരിഞ്ഞു, പിന്നെ ഞാൻ മാറിയല്ലോ, അത് ഞാനത് ഓർമ്മിപ്പിച്ചു. അപ്പോൾ കുറച്ച് അനുഭവം കിട്ടി. കിട്ടി. ഈ സിനിമാ സൗഹൃദങ്ങളെ കുറിച്ചൊന്ന് പറയാമോ? നമ്മളെല്ലാവരും ഒരു നല്ല സൗഹൃദം, വെറുപ്പിച്ചിട്ടില്ല ആരെയും. പിന്നെ നമ്മളാരും കാര്യങ്ങൾ ഇടപെടാറില്ല. പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന നിലയിൽ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കേണ്ട ഒരു പ്രൊഫഷൻ കൂടിയാണല്ലോ. അതെ, പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയാറുണ്ട്, പ്രൊഡക്ഷൻ കൺട്രോളർ പ്രൊഡ്യൂസറെ സേവ് ചെയ്യും വേണം, ഡയറക്ടറെ ഫേവർ ചെയ്യും വേണം. ഇത് രണ്ടും ചെയ്യും. പ്രൊഡക്ഷന് ലാഭം ഉണ്ടാവുകയും വേണം, പ്രൊഡ്യൂസറെ നശിപ്പിക്കാനും പാടില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കണം പ്രൊഡക്ഷൻ കൺട്രോളർ. കാരണം അവർ വിചാരിച്ചാൽ ഒരുപാട് ദോഷത്തിലേക്ക് നഷ്ടത്തിലേക്ക് കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മളൊന്നും ആ കിടത്തിപ്പെട്ടിട്ടില്ല. കാരണം നമ്മുടെ പൂർവികന്മാർ ശിവരാജ് മോഹനേട്ടനായാലും രഞ്ജിത്തായാലും ഒക്കെ ഇവരൊക്കെ അതേ ട്രാക്കിൽ കൂടെ വന്നവരാണ്. അവർ നല്ല രീതിയിൽ വളർന്നുകൊണ്ടാണ് അവരൊന്ന്, രഞ്ജിത്തൊക്കെ നല്ല ഹൈ പൊസിഷനിലല്ലേ. അവരുടെ ഒരു പിൻഗാമി നമ്മൾ ഫോളോ ചെയ്യാറുണ്ട്. മോഹനേട്ടനാണെങ്കിൽ വർക്ക് ചെയ്യുന്ന രീതി നമുക്കിഷ്ടമാണ്. സ്ട്രേറ്റ് ഫോർവേഡാണ്, ഉള്ള കാര്യങ്ങൾ പറയും, ബാക്കി കാര്യങ്ങളൊക്കെ അതുപോലെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഇതുവരെ നമുക്ക് ദോഷം അനുഭവിച്ചിട്ടില്ല, മോശപ്പേരുണ്ടായിട്ടില്ല. ഈ അവസരങ്ങൾ ചോദിക്കുന്നത് പറഞ്ഞു, ആഗ്രഹിച്ചിട്ട് അങ്ങനെ ചോദിച്ചിട്ട് കുറച്ചുകൂടെ വലിയൊരു റോളുകൾ, ഐ മീൻ ഇപ്പോൾ വന്നു പോകുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ പറഞ്ഞു ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അതല്ലാണ്ട് അവസരങ്ങൾ ചോദിച്ചിട്ട് കിട്ടാണ്ടായിപ്പോയ ഏതെങ്കിലും വേഷത്തെ കുറിച്ച്? കിട്ടാണ്ടല്ല, അത് നമ്മൾ നേരത്തെ പറയും, നമുക്ക് എന്തെങ്കിലും വേഷം തരണമെന്ന് പറയും. പക്ഷെ ചിലർക്ക് പടം കാണുമ്പോൾ വിചാരിക്കും ഈ വേഷം നമുക്ക് തന്നൂടായിരുന്നു ചിന്തിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ കാണുമ്പോൾ ചോദിക്കും നമുക്കൊരു വേഷം ഞാൻ ഓർത്തറാ മറന്നു, ആ സമയത്ത് ആരും ഓർമ്മിപ്പിച്ചില്ല. എനിക്ക് സ്ഥിരം ഡയലോഗുകൾ ഒരുപാട് കേൾക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിലൊന്നും വലിയ നിരാശപ്പെടാറില്ല. നമ്മൾ പടം കാണുമ്പോൾ വിചാരിക്കും ഇത്രയും വേഷം ഉണ്ടായിട്ട് നമ്മളൊന്നും വിളിച്ചില്ലല്ലോ എന്നൊന്ന് മനസ്സിലോട് വിചാരിക്കും. നമ്മൾ പറഞ്ഞിട്ടും ഉണ്ടാവും വേഷത്തിന് മൈൻഡിയനെ നമ്മൾ ആരും മറക്കല്ലേ എന്നൊക്കെ പറയും. ഞാൻ ചോദിക്കാതെ ഇരിക്കാറൊന്നുമില്ല, ചോദിക്കുകയും അതുപോലെയുള്ളവരോട് അത്ര അടുത്തുള്ളവർ അല്ല, പുതിയ ആൾക്കാരെ നമുക്ക് പരിചയമില്ല. ഇപ്പം നമ്മളെയായിട്ട് തിരിച്ചറിഞ്ഞിട്ട് വരുന്ന വേഷങ്ങൾ, ഇപ്പം പറഞ്ഞ ഭരതനാട്യത്തിലെ മോഹിനിയാട്ടത്തിലെ വേഷങ്ങൾ നന്ദുചേട്ടൻ തന്നെ വേണം എന്ന് പറഞ്ഞു വരുമ്പോൾ അത് ഡയറക്ടറുടെ ഒരു അത് എത്രത്തോളം സന്തോഷം തന്നു? പിന്നെ വളരെ സന്തോഷമില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇതായതെന്ന് വെച്ചാൽ എനിക്കറിയില്ല, അതാണ് അറിയുന്ന ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് അടുത്ത് ബന്ധമുള്ളത്, അവരാരും എന്നെ ഇതുപോലെ തിരിച്ച് പറഞ്ഞ സംഭവം തന്നിട്ടുണ്ട്. ചെറിയ വേഷങ്ങളല്ലാതെ ഭയങ്കര വലിയ വേഷം 1-2 പേരെ ഒഴിച്ചു ബാക്കിയൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടല്ലാതെ നമുക്ക് ട്രെയിൻ ഉണ്ടായില്ല, അല്ലെങ്കിൽ അതവന് കൊടുത്തരാം, അങ്ങനെയൊക്കെയാണ്. ഇത് ഞാൻ അറിയാത്ത, എന്നെ അറിയുന്ന ഒരാൾ അത് എന്നെ ഒന്ന് കണ്ടു. അതൊരു എഞ്ചിനീയറാണ് ഡയറക്ടർ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാലേ ഒരുപാട് വർഷങ്ങൾ നല്ല കോമഡി സെൻസാണ്. അതിലെ എല്ലാ ഡയലോഗുകളും പുള്ളി എഴുതിയതാണ്. കോമഡിക്ക് വേണ്ടി ഒന്നും അതിൽ ചെയ്യുന്നില്ല, അതാണ് അതിൽ ഏറ്റവും വലിയ. എല്ലാം പുള്ളിയുടെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന ഡയലോഗ്സ്. ഇപ്പൊ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അലൻസിയർ ചേട്ടനടക്കം പലരും ഒരുപാട് കാലം ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഒരു ബ്രേക്ക് കിട്ടുന്ന ഒരു പോയിന്റ് ഉണ്ടാവും. ഇപ്പം നന്ദുചേട്ടൻ്റെ കരിയർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഭരതനാട്യം മോഹിനിയാട്ടത്തിന് മുമ്പ് ശേഷം എന്ന് നമുക്ക് ഇനി അങ്ങോട്ട് കാണാൻ പറ്റുമായിരിക്കും? ഒരു കാര്യമുണ്ട്, ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നില്ല. കാരണം ഞാൻ വേറൊരു ജോലി ചെയ്യുന്നുണ്ട് പ്രൊഡക്ഷൻ ഇതായിട്ട്, അതാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കി തരുന്ന ജോലി. ഈ അഭിനയം എന്നുള്ളത് അഭിനയിക്കുന്ന പടങ്ങളിൽ പൈസ കിട്ടാറില്ല, അല്ല വർക്ക് ചെയ്യുന്ന പടങ്ങളിൽ, പ്രൊഡക്ഷൻ പടങ്ങളിൽ. ഞാൻ പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്ന പടങ്ങളിൽ ഞാൻ അഭിനയിച്ചാൽ എനിക്ക് പേയ്മെൻറ്റ് കിട്ടാറില്ല. പുറമേ എന്നുള്ള പടങ്ങളിൽ വിളിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത്. അതെപ്പോഴും എനിക്ക് കിട്ടിക്കോളണമെന്നില്ല. ഞാനീ പടം കിട്ടുമെന്ന് പറഞ്ഞു ഇരുന്നാൽ ഇതും ടച്ച് പോവും, ഇതും ആൾക്കാർ അതിലിപ്പോൾ പടമൊന്നും ചെയ്യുന്നില്ല, അല്ല വിളിച്ചിട്ട് കാര്യമില്ല, അതും പോവും, അഭിനയവും കിട്ടില്ല, നമ്മുടെ ഗതി വേറെ ആയിപ്പോൾ. അപ്പോൾ ഏത് പടം എന്ത് പ്രൊഡക്ഷൻ ചെയ്യാൻ വന്നാലും ഞാൻ ഇപ്പോൾ വിടുന്നില്ല, ചെയ്യും. കാരണം നമുക്ക് ഒരു ജീവിതമാർഗം ആവട്ടെ, അത്രയും ബിസിയൊക്കെ ആയാലേ കാര്യമുള്ളൂ. ഇതുപോലെ ഇപ്പോൾ ഭരതനാട്യം മോഹിനിയാട്ടം കഴിയും, ഒരു മാസം കഴിയുമ്പോൾ ആരെങ്കിലും അവർ 10 ദിവസം വേണം, അത് കഴിഞ്ഞ് പിന്നെ ഇല്ല. മറ്റേതങ്ങനെ ഒരു പടം കഴിഞ്ഞാൽ ഒരു പടം ഇങ്ങനെ വരും. ഇപ്പം പുതിയ സിനിമകൾ വരുന്നുണ്ടോ? അതുകൊണ്ട് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒറ്റക്കൊമ്പൻ സിദ്ധു പരക്കര കൺട്രോൾ, സിദ്ധേട്ടനാണ് കൺട്രോൾ. ഞാൻ അതിൽ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ കുറച്ച് 1.5 വർഷമായി തുടങ്ങി നടക്കും. സുരേഷ് ചേട്ടൻ്റെ ഡേറ്റ് മാത്രം കിട്ടിയാൽ കൂടെ ഉള്ളവരുടെ ഡേറ്റ് കിട്ടണം. എല്ലാ പ്രശ്നങ്ങളും വന്നിട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിന്നും പോവാണ്. അതിപ്പോൾ തീരും, അടുത്ത 25 ദിവസം പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു, അതിന് മുമ്പ് തീരും.
പ്രജേൻ്റെ ലൊക്കേഷൻസ്? പ്രജയിൽ ഞാൻ പ്രൊഡക്ഷന്മാരായിട്ട് ജോലി ചെയ്ത് മുത്തവരാജ് മോനായിട്ടുള്ള കൺട്രോളർ. അത് ജോഷി സാർ പ്രൊഡ്യൂസ് ചെയ്ത പടം. ജോഷി സാറും രഞ്ജി പണിക്കരും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത പടം. അപ്പം അതിലാണ് ഞാൻ ആദ്യമായിട്ട് ലാൽ സാറായിട്ട് വർക്ക് ചെയ്തത്. അതിന് മുമ്പ് ലാൽ സാറിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. കാരണം തിരുവനന്തപുരത്ത് ട്രിവാൻഡ്രം ക്ലബ്ബിൽ ആദർശം ഞാനൊക്കെ അഭിനയിക്കുന്ന സമയത്ത് പ്രോഗ്രാമിന് പോകുമ്പോൾ സാർ അവിടെ കാണാനായിട്ട് വന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയി ഇന്ന ആളാണ്. കാരണം എൻ്റെ ഒരു കൂട്ടുകാരൻ ബോംബെയിൽ പാട്രിക് സാറിൻ്റെ അടുത്ത സുഹൃത്താണ്. കാരണം അയാൾ മഞ്ഞ വിരിഞ്ഞ പൂക്കളിലൊക്കെ സാറിനൊക്കെ ഇൻ്റർവ്യൂ ചെയ്താണ് ഫസ്റ്റ്. അതിനുശേഷം ഒരു വലിയ കമ്പനിയാണ്. പാട്രിക്കിൻ്റെ പേരൊക്കെ പറഞ്ഞതാണ് വേണ്ടിയിട്ട്. ലാലേട്ടനായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് പറയാമോ? കാരണം ലാൽ സാറായിട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെ സിനിമ വഴിയുള്ള ബന്ധമാണ്. പിന്നെ പുള്ളിക്ക് നമ്മളോട് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പടങ്ങളൊക്കെ വരുമ്പോൾ പറയും വേഷം ഞാൻ സാറിനോട് തന്നെ പെടുത്താറ്. നമ്മൾ പറയാനോ ഫാമിലി ആയിട്ട്? ഞാൻ ഫാമിലി ആയിട്ടല്ല. അല്ല, നന്ദുചേട്ടൻ്റെ ഫാമിലി ആയിട്ടുള്ള ഒരു ഫോട്ടോ കണ്ടായിരുന്നു. അത് എൻ്റെ മകൻ്റെ കല്യാണത്തിന് സാറ് വീട്ടിൽ ലൊക്കേഷനിൽ വന്ന് ഈ കോവിഡ് മാറിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ആറാട്ടെന്നൊരു പടത്തിൻ്റെ ലൊക്കേഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അതിലെയാണ് പോകുന്നത്. എന്നോട് പോലെ ഞാൻ കാര്യം വീട്ടിൽ വരാമെന്നു. സാറ് വീട്ടിൽ വന്നു. അപ്പോൾ വീട്ടിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ ദൈവം വരുന്ന പോലെ സാറൊക്കെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞു. ഫോട്ടോസൊക്കെ എടുത്ത് സാറൊക്കെ വരാം. പെട്ടെന്ന് പോയി 15-20 മിനിറ്റ് ഇരുന്നുള്ളൂ ഷൂട്ടിന് പോകുന്നവർ. സാറിന് വലിയ എനിക്ക് വലിയ ഭാഗ്യം അദ്ദേഹത്തെ പരിചയപ്പെടാനും വളരെ ക്ലോസ് ആയിട്ട് ഇടപെടാനൊക്കെ. കാരണം നമ്മളങ്ങനെ ആവശ്യമില്ലാത്ത സാറിൻ്റെ അടുത്ത് ഡിസ്റ്റർബ് ചെയ്യാൻ പോകാറില്ല. എന്തെങ്കിലും ആവശ്യമില്ല ഞാൻ സാറിനോട് പറയും. എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്. ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട് സാർ എൻ്റെ വേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെയ്യാം, നമുക്ക് ചെയ്യാമെന്ന്. അല്ലാതെ സാറങ്ങനെ നമ്മളൊരു അകറ്റിക്കാണെങ്കിൽ സാർക്ക് ആരോടായാലും അങ്ങനെ പെരുമാറുന്നു. വളരെ ഒരാളെയും വെറുപ്പിച്ച് അങ്ങനെ ഇല്ല. ചെറിയ ആൾക്കാർ തൊട്ട് വലിയ ആൾക്കാർ പോലെ ഒരുപോലെ സാർ വരുന്നത്. അതാണ് സാറിൻ്റെ ഒരു ക്വാളിറ്റി. അതാണ് അവരെ ലെജൻസ് ആക്കുന്നത്. പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ ബോയ് തൊട്ട് ഹൈ പ്രൊഡ്യൂസർ ആയാലും സാറിൻ്റെ പെരുമാറ്റമൊക്കെ ഒരേപോലെ. എല്ലാവരോടും ക്ഷേമം അന്വേഷിച്ചു. ആ കോവിഡിൻ്റെ സമയത്തൊക്കെ സുഖമല്ലേ, കുഴപ്പങ്ങളൊന്നുമില്ല, വിളിച്ചു ചോദിക്കുക. അതൊക്കെ ഒരു ഭാഗ്യം. സുരേഷ് ഏട്ടൻ്റെ പടമാണ് ആദ്യം ചെയ്യുന്നത്. ലേലം, പത്രം, വാഴുന്നവര്, പ്രൊഡക്ഷൻ മാനേജർ, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒക്കെ ആയിട്ട് വാഴുന്നവര്, രണ്ടാം ഭാഗം, സത്യമേവ ജയതേ, ക്രൈം ഫയല്, അങ്ങനെ തുടങ്ങി ഒരുപാട്. കൃത്യം പ്രദേശ് 2020 സുരേഷേട്ടൻ അറിയാം. സുരേഷേട്ടൻ നമ്മളെയൊക്കെ അറിയാവുന്നതുകൊണ്ട് സുരേഷേട്ടൻ പിന്നെ ഇപ്പം മിനിസ്റ്ററുണ്ട്, രാഷ്ട്രീയ ഇതൊക്കെ നമ്മളിങ്ങനെ ഇപ്പം കാണുമ്പോൾ സംസാരിക്കും. എന്ത് വിശേഷമൊക്കെ ചോദിക്കാം. അതിപ്പോൾ സാറിൻ്റെ ഒരു മേഖല വരെ. പ്രിയൻ സാറിൻ്റെ എനിക്ക് ഈ വേഷം തന്നത് മറ്റേ ശ്രീകാന്ത് മുരളി. ഇത് വേറൊരാൾക്ക് വെച്ചിരുന്ന വേഷമാണ്. അപ്പോൾ അങ്ങേര് ലൊക്കേഷൻ വന്നിട്ട് അങ്ങനെ പറ്റില്ല ഇങ്ങനെ പറ്റില്ല എന്തോ പറഞ്ഞു. സാറ് കണ്ടില്ല. ശ്രീകാന്ത് മുരളി വഴി വന്നതാണ്. ശ്രീകാന്ത് മുരളിയാണ് പുള്ളിയെ പറഞ്ഞിട്ടു. കാരണം നിന്നാൽ ശരിയാവില്ല. ഉടക്കിലായിരുന്നു പുള്ളി. വേണ്ടാന്ന് വെച്ചിട്ട് അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു ശ്രീകാന്ത് മുരളി ഞാൻ ചെയ്യാമെന്നോ, ഞാൻ ശരിയാക്കാമെന്നോ. സാറിൻ്റെ അടുത്ത് തോന്നുന്നു. സാറെ നമുക്ക് നമ്മൾ ബന്ധുപ്രധാനം കൊണ്ട് ചോദിച്ചാൽ അവൻ ആ താടിയും മുടിയായിട്ട് വന്നിരിക്കും. അവനൊരു വേഷം മാറ്റൂല. അവൻ വേണ്ട, അവന് മര്യാദയ്ക്ക് താടി ഒന്നും അവനത് മാറ്റി വരാമെങ്കിൽ അവന് ഞാൻ ചെയ്യാമെന്നോ. ഉടനെ ശ്രീജിത്ത് ഗുരുവായൂരായിരുന്നു മേക്കപ്പ്. ഞാൻ മാറ്റിത്തരാം. ആ ഗെറ്റപ്പ് മാറ്റിക്കണം. മനസ്സിലാവുന്നതേ ഇല്ല. കംപ്ലീറ്റ് ഗെറ്റപ്പ് മാറ്റി മുടിയൊക്കെ ഇതാക്കി താടി അങ്ങനെയാക്കി. ഭയങ്കര ഒരു പഴയ ഒരു നായർ കഥാപാത്രം. അപ്പോൾ കഥയതെ നായര, കോര നായരോ അങ്ങനെ എന്ത് നായര. അപ്പോൾ സാറിപ്പോൾ ഇത് മതി. പഴയ ഒരു TG ദേവി ലുക്ക് എനിക്ക് തോന്നുന്നു. അപ്പോൾ സാറ് കാണിട്ട് ഇത് ഇങ്ങനെ വല്ലതും മാറി പോവാ, നീ നിനക്ക് ചെയ്യാം, ഇത് മതി, ഇത് കറക്റ്റ്, ഇത് ഓക്കെ അങ്ങനെയാണ് പക്ഷേ. ഒരു പണ്ടത്തെ ഇത് വളരെ വലിയൊരു ലുക്ക്. ഇന്ത്യൻ ടു എങ്ങനെയായിരുന്നു അതിലേക്കുള്ള? അത് ഒരു പരിധി വരെ അതിൽ പോകാൻ എനിക്കൊരു ഐഡിയ തന്നത് ലാൽ സാറാണ്. ആൾക്കാരും ഓളവും തീരവും ചെയ്തുകൊണ്ടിരിക്കുക. അത് തൊടുപുഴ തൊമ്മൻകുത്ത് ഭാഗത്ത് വെള്ളത്തിലെ കുറേ സംഭവങ്ങളുണ്ട്. കാട്ടിനകത്ത് കൂടെ ഇറങ്ങി വേണം ഈ വെള്ളത്തിലേക്ക് കയറാനൊക്കെ. റബ്ബറൊക്കെ കാണിച്ച് വലിയ കട, തേക്കുംകാട് പോലത്തെ കുറേ മൃഗങ്ങളൊന്നുമില്ല, റേഞ്ച് ഇല്ല, നല്ല മഴ, കൂടാതെ നമ്മളുണ്ടാക്കിയ മഴ വേറെ ലൊക്കേഷൻ. അപ്പോൾ ക്യാരവണൊക്കെ കുറേ ദൂരമായിട്ടിരിക്കുന്നത്. ചെറിയ ടെൻറ്റുകളാണ്, AC ടെൻറ്റുകൾ വെച്ചിരിക്കുക അകത്ത് ഇവർക്ക് ഇരിക്കുക. കാരണം ഊട്ടി പോയി വന്ന് പോക്ക് നടക്കില്ല, ജനം നിബിഡമാണ്. ജനങ്ങളെ കൊണ്ടേ ലാലേട്ടനൊക്കെ ഉള്ളതുകൊണ്ട് ജനം നിറഞ്ഞിരിക്കുക. അത് റൂട്ടിലേക്ക് ഇറങ്ങി നടക്കില്ല. ക്യാരവണിലേക്ക് പോകണമെങ്കിൽ റോട്ടിൽ പോകണം.
അപ്പോൾ ആൾക്കാർ അവിടെ കൂടും. അപ്പോൾ ഇതിനകത്ത് തന്നെ ടെൻറ്റ് പോലീസുകാരുള്ളതുകൊണ്ട് ഇതിനകത്തേക്ക് പബ്ലിക് കയറില്ല. എനിക്കിങ്ങനെ ഫോൺ വന്നുകൊണ്ടിരിക്കുന്നത്. ചെന്നൈന്ന് പേசுகிற ஏதாவது திடீர்னு கூப்பிட்றதா அது கூப்பிட்றீங்க சங்கர் சார் மேனேஜர் கூப்பிட்றேன். நான் சங்கர் சார் மேனேஜர் ஏது சங்கர் സാർ ശങ്കർ സാർ ഇല്ലേ അത് ഞാൻ ഈ ശങ്കറിൻ്റെ മാനേജർ എന്നെ വിളിക്കേണ്ട കാര്യം എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാൾ ശങ്കർ. ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് ഓരോ ചിലപ്പോൾ ഒരു കാര്യം ആക്കണതായിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ഇതാരും നോക്കിയിട്ട് പണിയതാണ്. അപ്പോൾ ലാൽ സാർ നോക്കുമ്പോൾ ഞാനിങ്ങനെ കൊള്ളുക അത് ഇതില്ല റേഞ്ച് ഇല്ലാഞ്ഞിട്ട് കട്ടായി ഇങ്ങനെ ഹലോ 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 നടക്കണം. എപ്പോൾ നോക്കിയാലും ഫോണിലാണോ എന്താണെന്ന് ചോദിച്ചു. എന്ത് പറ്റിയിരുന്നു? ഞാൻ സാർ ഇതാണ് കാര്യം. ഒരാൾ ഇന്നലെ തൊട്ട് വിളിക്കുന്നത് 2-3 ദിവസം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം. ശങ്കർ സാറിൻ്റെ മാനേജറാണ്. പെട്ടെന്ന് ഫ്ലൈറ്റ് കയറി വാ ടിക്കറ്റ് ഇടാന്നൊക്കെ പറയുന്നത്. ആരാണ് എന്താന്നൊക്കെ ആണോ സാറ് നന്ദു ഒരു കാര്യം ചെയ്യൂ. കാർത്തിക് ഇല്ലേ നമ്മുടെ മാനേജർ ലൊക്കേഷൻ ലൈസൻസ് ഓഫീസർ കാർത്തികനായി അദ്ദേഹം മരിച്ചുപോയി. മലയാള പഠനമൊക്കെ അയാളാണ് ചെന്നൈയിൽ ചെയ്യുന്നത്. സദാശിവൻ്റെ അസിസ്റ്റൻ്റാണ് ഞാൻ. അപ്പോൾ സാറ് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഐഡിയ കിട്ടി കാർത്തികിൻ്റെ കാര്യവും എല്ലാം. കാർത്തികിനെ വിളിക്കും. ഞാൻ വിളിച്ചു വയ്ക്കണോ? അല്ലെങ്കിൽ മോൻ വിളിച്ചോളൂ. വിളിച്ചിട്ട് പറയൂ ഇന്നതാണ്. അപ്പോൾ ആ നമ്പർ കൊടുക്കും. നിങ്ങളെ വിളിക്കുന്ന ഒരാൾ അന്വേഷിക്കില്ലേ? അത് ശരിയാണല്ലോ. സാറാണ് എനിക്ക് ഐഡിയ തന്നത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രാന്തടിച്ച് നടന്നേന്. കാർത്തിക് വിളിച്ചു. കാർത്തിക് പറഞ്ഞു നന്ദു സത്യമാണ്, ശങ്കറിൻ്റെ മാനേജറാണ് വിളിക്കുന്നത്, ഇന്ത്യൻ ടൂവിൽ അഭിനയിക്കാനാണ്, പെട്ടെന്ന് കയറും. നിങ്ങൾ പോയി ചെയ്യുമെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു നിങ്ങളത് പോയി ചെയ്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതായാലും ഇത് പാക്കപ്പ് ആവാതെ പോകാൻ പറ്റില്ല. 21-ാം തീയതി പാക്കപ്പ് ആവുമ്പോൾ ഇന്ന ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പറയാം ഞാനൊരു പടം ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് പടം പ്രിയദർശൻ സാറിൻ്റെ പടം ലാലേട്ടൻ്റെ അത് ഇട്ടിട്ട് പോകാമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യം. പാക്കപ്പായിട്ട് വരാമോ? അവർ സമ്മതിച്ചു. അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് ടിക്കറ്റ് അയച്ചു വരും. ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നപ്പോൾ പിന്നെ അങ്ങനെ വെറുതെ ഒരാൾ ടിക്കറ്റ് അയക്കും. ഇത്തിരി കാശ് ചിലവാക്കി. ഞാനവിടെ ചെന്നു. ശങ്കർ സാറിനെ കാണുന്നതിന് മുമ്പ് പട്ടണ റഷീദായിരുന്നു മേക്കപ്പ്. റഷീദ് എൻ്റെ ക്ലാസ്മേറ്റാണ്. സായി കോസ്റ്റ്യൂം അവരൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. അപ്പോൾ എൻ്റെ വന്ന വഴി ചെന്ന വഴി എന്നെ മുടിയിൽ നിന്ന് അടി പിടിപ്പിച്ചു. അപ്പോഴാണ് എനിക്കൊരു വിഷമം. ഈശ്വര താടി പോയല്ലോ, ഇതില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വിഷം. താടി വെച്ച് കുറെ വേഷം ചെയ്യാനാണ് കണ്ടു. അപ്പോൾ ശങ്കർ സാർ വന്നു കാണിച്ചു. ഇതിലാണ് അവർക്ക് ഡയലോഗ് ഇല്ലെന്ന് നോക്കുന്നു. എനിക്ക് മലയാളത്തിലാക്കി. ഞാൻ തന്നെ ഒരു മലയാളിയാണ് അസോസിയേറ്റ്. പക്ഷേ എഴുതാനും മലയാളം നല്ലൊരു ബോംബെ ബോർഡിംഗ് ബോട്ടില്ല. അയാൾ എനിക്ക് ഡയലോഗ് പറഞ്ഞു. ഞാനത് മലയാളത്തിൽ എഴുതി. തമിഴ് മലയാളത്തിൽ എഴുതി പഠിക്കേണ്ടത്. തമിഴ് വായിക്കാൻ നമുക്കറിയില്ല. അപ്പം ചില ഡൗട്ടുകളുള്ളത് ഞാൻ വെച്ചാൽ ഇയാളെ കൊണ്ട് റെക്കോർഡ് ചെയ്ത് വാങ്ങിക്കും. എന്നിട്ട് ഞാൻ മുരളിച്ചേട്ടൻ അയച്ചു കൊടുക്കും. ലാൽ സാറിൻ്റെ കോസ്റ്റ്യൂമർ മുരളിച്ചേട്ടുണ്ട്. പുള്ളിക്ക് തമിഴ് അസ്ഥലായിട്ട് അറിയാം. മുരളിച്ചേട്ടൻ്റെ മോൻ എനിക്കത് പറയേണ്ട രീതി വോയിസിൽ അയച്ചു. പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാം. ഇന്ന് നമ്മൾ അന്തവഴിയെ പോയി ഇന്ന പാട് വരും അത് അതുപോലെ പറഞ്ഞു തരും. അപ്പോൾ അവർ പിടിച്ചല്ലോ. ഞാനിത് ഈ പണി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ വീഡിയോ എടുത്തു. അപ്പോൾ എനിക്ക് കോസ്റ്റ്യൂം തന്നു. വേണിച്ചേട്ടൻ്റെ കോസ്റ്റ്യൂം. അതിനു മുമ്പ് 2 പ്രാവശ്യം പടം കാണിച്ചു. സിനിമ മുഴുവനായിട്ട് ഇന്ത്യൻ 3 വരെ കാണിച്ചു. 3 അതും എടുത്തു വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് പടം കാണിച്ചു. വേണിച്ചേട്ടൻ്റെ മാനേഴ്സൊക്കെ കാണിക്കണം. ഒരു പ്രാവശ്യം കൊണ്ട് 2ാമതും കാണാൻ പോകും. 2 പ്രാവശ്യം കണ്ടു. എന്നിട്ട് ഇവരെന്നെ കൊണ്ട് ഈ ഡ്രസ്സ് വെച്ചിട്ട് ഡയലോഗ് പറയിപ്പിച്ചു. ആക്ഷൻ വെച്ചിട്ട് ഡയലോഗ് പറയിച്ചു. ഇത് അയച്ചു കൊടുത്തിട്ടുണ്ടാവും വീഡിയോ. 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഡേറ്റിൻ്റെ ഒരു ബൾക്ക് ഡേറ്റ് തന്നു. ഒരു എഗ്രിമെൻ്റാണ് നമ്മൾ പാട്. ഇത്രയുണ്ട് ഒരു എഗ്രിമെൻറ്റ് തമിഴന്മാരുടെ. അത് എവിടെ വായിക്കാൻ? ഞാൻ പിന്നെ സജി നമ്മുടെ നമ്മുടെ സുഹൃത്തുണ്ട്, ലാൽ സാറിൻ്റെ വെബ്സൈറ്റ് നോക്കുന്ന സജിയുടെ ഒരു പാർട്ട്ണറെ അഡ്വക്കേറ്റാണ്. അവർക്ക് കൂടെ അയച്ചു കൊടുത്തു. അവർ വായിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അവർ വായിച്ചിട്ട് കുഴപ്പമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല, ഒപ്പിട്ടോളൂ. അങ്ങനെ ഒപ്പിട്ടു. ഇത് എന്നെ കണ്ടുപിടിക്കുന്നത് എൻ്റെ ഫോട്ടോ കൊടുക്കുന്നതും സൗബിൻ്റെ ഫാദറാണ്, ബാബു ഷമീർ. ബാബു ഷമീർ അദ്ദേഹം പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു ഫാസിൽ സാറിൻ്റെ പടങ്ങളുടെയൊക്കെ. ഞാൻ ഒരു പടത്തിലൊക്കെ അതിനകത്ത് ചെറുതായിട്ട് FACT നിന്ന് വർക്ക് ചെയ്ത് കൊടുക്കും. മാത്രമല്ല നമ്മളെ അടുത്തറിയാം ഒരുപാട്. അദ്ദേഹവും പിന്നെ ആശീർവാദിലും മനോഹരൻ എന്ന് പറയും മോഹനേട്ടൻ്റെ അനിയനുണ്ട്, അതിൻ്റെ ചേട്ടൻ്റെ സ്റ്റാഫ് പെരുമ്പാവൂരിൻ്റെ. മനോഹരൻ്റെയും വിളിച്ച് ചോദിച്ചവർ. അപ്പോൾ ഈ ബാബു ഷമീറാണ് എൻ്റെ ഫോട്ടോ അയച്ചു കൊടുത്തത്. അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. 10-100 പേരെ അവർ
നോക്കി. പക്ഷെങ്കില് ചേട്ടന് അതൊരു വലിയ ഭാഗ്യമല്ലേ, ഭാഗ്യം. ഞാനപ്പോൾ ഞാൻ കാസർഗോഡ് പറഞ്ഞു പേയ്മെന്റ്, ഇപ്പോൾ സാറിനോട് പേയ്മെന്റ് ഒന്ന് നോക്കട്ടെ, പോയി ചെയ്യും, ഇതുപോലൊരു ഭാഗ്യം കിട്ടുമോ? അതെ, അതൊരു വലിയ പ്രഖ്യാപിക്കുന്ന സമയം മുതലേ ഭയങ്കര ഹൈപ്പ് വന്നൊരു സിനിമയായിരുന്നല്ലോ. അവർ പുറത്ത് പറയുന്നതെന്നൊക്കെ പറഞ്ഞു. ഞാനായിട്ടും പുറത്ത് പറഞ്ഞതില്ല, അവിടെ ഏതോ ഒരാള് ഫേസ്ബുക്കിലിട്ട് ചെയ്ത ഒരു മലയാളി കമലഹാസന് വേണുവിന് പകരം ദുവാളെന്നൊക്കെ പറഞ്ഞു. അത് അവർ പറയുന്നതെന്നൊക്കെ പറഞ്ഞവർ എന്നെ വിളിച്ച് കുറേ പറയുകയൊക്കെ ചെയ്യും. ഇങ്ങനെ പറയുന്നത് സാറ് നമ്മൾ രഹസ്യമായിട്ടിരിക്കുന്നതാണ്. അപ്പം ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഒരാളൊന്നും പറഞ്ഞിട്ടില്ല. ആകെ നമ്മളടുത്ത ആർട്ടിസ്റ്റോട് മാത്രമേ പറഞ്ഞുള്ളൂ. അവരാരും ഇതൊന്നും നടക്കുന്നില്ല. ലൊക്കേഷൻ ലീക്ക് ആയതാണ്. തമിഴ് സിനിമകൾക്ക് പൊതുവെ ഒരു സ്വകാര്യത അവര് കീപ്പ് ചെയ്യുന്നത് കാണാം, ലുക്കുകൾ, കാര്യങ്ങൾ. അതെ, അത് അവിടെ പറയുന്നത് പറഞ്ഞിട്ട് ഇനി ഞാൻ മദ്രാസിൽ ചെയ്തപ്പോൾ ഈ ഒരു ശശി എന്ന് പറഞ്ഞ ആളാണ് ഇത് ട്വിറ്ററിലിട്ടിരിക്കുന്നത്. ശശി ചെന്നൈ സെറ്റിൽഡാണ്, അതിനിതൊക്കെ അന്വേഷിച്ച് എഴുതുന്ന ആളാണ്. അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചു ഇയാളെ. അപ്പോൾ അപ്പോൾ ഒരാളോ അയാൾ സ്ഥിരം ഇതിൻ്റെ ആളാണ്. അയാൾ തപ്പി പിടിച്ചിരുന്നല്ല, നമ്മളെ കേരളത്തിൽ നിന്ന് ലീക്കായതോ ഒന്നുമല്ല. ഇത് നമ്മുടെ ആദർശയുടെ പരിപാടിയുടെ നമ്മുടെ വീഡിയോ കാസറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എടുക്കുന്ന ഫോട്ടോസ്. രമേശ് ജോർജിന്റെ അയൽവാസിയാണ്, ഏലൂർ ജോർജ്, എൻ്റെ തൊട്ട്. സൗഹൃദങ്ങളെ കുറിച്ച് ആദർശമായിട്ടുള്ള ബന്ധം, ഈ ട്രൂപ്പ്. ആദർശയാന്ന് പറയുന്നത് ആദർശയുടെ ചെറുപ്പകാലം, ആദർശ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദർശ മാമനുണ്ട് സലീം, അവനെൻ്റെ ക്ലാസ്മേറ്റ്. ഞാനും അവൻ ഇൻഡിവിജ്വൽ ഫ്രണ്ടാണ്. അപ്പം ഞാൻ അങ്ങനെ ഇവരുടെ വീട്ടിലൊക്കെ പോകും. അപ്പോഴാണ് ഇവർ ഏലൂരാണ്, എൻ്റെ വീടിൻ്റെ അപ്പുറത്താണ് താമസിക്കുന്നത് അപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ ആദർശ പയ്യലാണ്. ഞാൻ ആദർശ സൈക്കിളിൻ്റെ മുമ്പിലൊക്കെ ചവിട്ടി കൊണ്ടുപോയിട്ടുണ്ട്. ആദർശനെ പൈപ്പിൻ്റെ അവിടെ നിന്ന് വടിയെടുത്ത് ഓടിച്ചിട്ടൊക്കെ ഉണ്ട് പടി ചെറുപ്പം ആയപ്പോഴേ. ആദർശ പാടാൻ തുടങ്ങുമ്പോൾ ഞാനിവിടെ ഇല്ല, ഞാൻ ബോംബെ. പിന്നെ ആദർശ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ബോംബെയിൽ വെച്ചാണ് രണ്ടാമത് പരിചയപ്പെടുന്നത്. സിനിമാന്തോളം ആദർശ മിമിക്രി ആയിട്ട് വന്നപ്പോൾ എന്നെ അറിയും, ഞാൻ സലീമിൻ്റെ ഒരു പറഞ്ഞു, അയ്യോ നീ ഇത്രയും വലുതായി. അങ്ങനെയാണ് രണ്ടാമത് പരിചയപ്പെടുന്നത്. പിന്നെ ആദർശമായിട്ട് നല്ല സൗഹൃദമായി, ഞങ്ങൾ ഒരു ട്രൂപ്പിലായി. ജോർജാണ് എന്നെ ദിലീപിനെ പരിചയപ്പെടുത്തുന്നത്. ജോർജും ദിലീപും ഹരിശ്രീയിലായിരുന്നു. ജോർജ് ഒരു ദിവസം തന്നെ ഞങ്ങളൊരു സരിത തിയേറ്ററിൽ വെച്ചിട്ട് യാദൃശ്യമായിട്ട്, ജോർജിനെ എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ജോർജിൻ്റെ സിസ്റ്ററൊക്കെ എൻ്റെ കൂടെ പഠിച്ച ജോർജിനെ ഇപ്പോൾ നേരത്തെ അറിയാം, ജോർജിൻ്റെ അച്ഛനെ അറിയാം. നമ്മുടെ ഞാൻ ആദർശമൊക്കെ അപ്പുറത്തൊക്കെ ആയിട്ട് താമസിക്കുന്ന ആൾക്കാർ ഏലൂര്. അതുകൊണ്ട് ജോർജ് തന്നെ ദിലീപ് അന്ന് ഹരിശ്രീയിൽ മ്യൂക്രി, അതൊന്നും സിനിമയിലേക്ക് അത് വന്നിട്ടില്ല. ഹരിശ്രീ അന്ന് ഓഡിയോ കേസറ്റ് തുടങ്ങിയിട്ടില്ല. പുള്ളിയുടെ വളർച്ച നേരിട്ട് കാണുമായിരുന്നല്ലോ ദിലീപിന്റെ. ആ ഒരു വളരെ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങിയാൽ അതിൻ്റെ ഡിവോട്ടി എന്നൊക്കെ പറയില്ല, അത് എത്രത്തോളം ബൈഹാർട്ട് ആക്കാൻ പറ്റും, അതിനെന്തോ ഒരു പ്രയത്നിക്കാൻ പറ്റും, അതിനുവേണ്ടി കഷ്ടപ്പെടാനും കണ്ടുപിടിക്കാനും ഭയങ്കര മനുഷ്യനാണ്. അതാണ് അദ്ദേഹത്തെ ജനപ്രിയ നായകനാക്കി. അത് ജനപ്രിയ നായകൻ എന്ന് പറയാൻ മാത്രമല്ല, അത് അതിനുവേണ്ടി എടുക്കുന്ന എഫക്റ്റ്. നമ്മൾ മിമിക്രി തന്നെ സ്റ്റേജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആർട്ടിസ്റ്റുകളുടെ ഏരിയ വരുമ്പോൾ ആ ആർട്ടിസ്റ്റുകളുടെ ഏരിയ ആദ്യം അനൗൺസർ ചെയ്യാനായിരുന്നു, അടുത്ത് വരുന്നതിൻ്റെ ആളാണ് ഞാൻ. നമുക്ക് കാണാം ദിലീപിൻ്റെ കഥാപാത്രം വരുന്നതിന് ആ സ്റ്റേജിൻ്റെ അവിടെ നിന്നിട്ട് ഒറ്റയ്ക്ക് ഭിത്തി നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. പറയുന്ന ലാലുലസാണ്, ലാലുലസ് മോഹൻലാലാളെ പല പ്രാവശ്യം പറഞ്ഞ് അതിനുവേണ്ടി മറ്റുള്ളവർ പറയുന്നതും ശ്രദ്ധിക്കും. അതാണ് ഭയങ്കര ഒരു സാധനത്തിലേക്ക് ഇറങ്ങിയാൽ അതെങ്ങനെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ തന്നെ കൂടെ അഭിനയിക്കുന്നവൻ എന്തുണ്ടെന്നൊന്നും അന്വേഷിക്കും, അല്ലെങ്കിൽ അവന് കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും നമ്മൾ പറയുമ്പോഴേ ലയക്കത്തിൽ കൗണ്ടർ പറയാൻ പറ്റും. അപ്പം കൂടെയുള്ളവരുടെയും കൂടെ വർക്ക് പ്രാധാന്യം കൊടുപ്പിക്കും. എന്തെങ്കിലും വെറുതെ എഴുത്തിയാൽ പോലെ എന്തെങ്കിലും കൊടുക്കുന്നത്. ഒരുപാട് പേരെ സാമ്പത്തികമായിട്ടും സിനിമാപരമായി പ്രൊഫഷണൽ ഇതുപോലെ ഒരുപാട് ഭാഗ്യങ്ങൾ ഇപ്പം ചേട്ടൻ്റെ ബന്ധങ്ങളാണെങ്കിലും ഒക്കെ വളരെ മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. അതാണ് സിനിമയിൽ ഇത്രയും കാലം ചേട്ടൻ നിലനിർത്തിയിട്ടുള്ളത്. അതിലെടുത്തു പറയേണ്ട വേറൊരു ഭാഗ്യമായിരുന്നു യേശുദാസ് സാറിൻ്റെ പാട്ടിന്. അത് അധികം ആർക്കും കിട്ടാത്തൊരു ഭാഗ്യമാണ്. അതിന് അത് എൻ്റെ രജപുത്ര രഞ്ജിതനായിരുന്നു എൻ്റെ കൺട്രോൾ. ലാലു എൻ്റെ പഴയ സുഹൃത്തുക്കളാണ്. ഒരു പാട്ട് വന്നപ്പോൾ ലാലു എന്നെ സജസ്റ്റ് ചെയ്തു അവന് കൊടുക്കാമെന്ന്. ലാലു പറഞ്ഞപ്പോൾ, പക്ഷേ ലാലുവിന് ആ സമയത്ത് എൻ്റെ നമ്പർ ഓർമ്മയില്ലാതെ പെട്ടെന്ന്. അപ്പം അതിനകത്തൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടറുണ്ട്, നിതീഷ്. അവൻ പടം വർക്ക് ഡയറക്റ്റ് ചെയ്തു, വാദ്യാർ നമ്പർ. ആ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയത് ഞാനാക്കിയതാണ് ലാലിൻ്റെ കൂടെ. അതിന് എൻ്റെ കൂടെ
ഇവൻ്റെ മീനത്തി താലിയിട്ട് വന്നപ്പോൾ ഇവൻ ആർട്ട് അസിസ്റ്റൻ്റ് ആയിരുന്നു, സെറ്റ് അസിസ്റ്റൻ്റ് ആയിരുന്നു. അന്ന് തൊട്ട് ഇവൻ്റെ ഒരു ആഗ്രഹം നല്ല മാട് പണിയാനുള്ള പണിയും എന്ന് എൻ്റെ അടുത്ത് ഒന്ന് ലാലുവിനോട് പറഞ്ഞു. ലാലുവിൻ്റെ പടം ആദ്യമായിട്ട് തുടങ്ങാൻ ഫസ്റ്റ് കാലത്ത് എൻ്റെ നന്ദിച്ചേട്ടൻ പറഞ്ഞ കേൾക്കുമെന്ന് പറയുന്നു. എന്നാൽ ഞാൻ പറയാം, നീ അവസാനം എന്തെങ്കിലുമൊക്കെ ആയാൽ ലാലുവിനെ എന്നെ അടുപ്പിക്കില്ല. ഞാൻ ലാലുവിനോട് പറഞ്ഞു, ഞാൻ ഒരാളെ വയ്ക്കാൻ എനിക്ക് അവനെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടു, നല്ല പണിയെടുക്കുന്നവനാണ്. അവരെന്തെങ്കിലും മോശം കാണിച്ചാൽ നിനക്കായിരിക്കും ഇപ്പോൾ എൻ്റെ ഞാൻ പറഞ്ഞു കൊടുക്കില്ലായിരുന്നു, ചിലപ്പം രക്ഷപ്പെട്ടു പോയാലും. പക്ഷെ അവനെൻ്റെ നമ്പർ കൊടുത്തു. അവൻ ആ പടത്തിൽ വന്നു, അവനെൻ്റെ നമ്പർ അറിയാമല്ലോ. അവൻ പെട്ടെന്ന് എൻ്റെ നമ്പർ കൊടുത്തു. ലാലു ആ സമയത്ത് എൻ്റെ നമ്പർ എന്തോ പെട്ടെന്ന് കിട്ടിയില്ല. രഞ്ജിത്തേട്ടനോട് ചോദിക്കുന്നതിന് ഇവൻ നമ്പർ കൊടുത്തു. അപ്പം രഞ്ജിത്തേട്ടൻ എന്നെ വിളിച്ചു, വേഷമുണ്ട് കയറി വരാൻ പറഞ്ഞിട്ട് ചെന്ന് ഒരു ദിവസം മുഴുവൻ പ്രാക്ടീസ് തന്നിട്ട് പാട്ട് പഠിക്കാൻ പറ്റില്ല. ലാലു പറഞ്ഞ് പരിപാടി നടക്കില്ല, വൈകിട്ട് പഠിച്ചിട്ട് മതി. ആ സമയത്ത് അത് കേട്ട് ചൂണ്ടാടക്കാൻ പണി നടക്കില്ല. ഒരു ദിവസം കൂടി ഇരുത്തി എന്നെ പഠിപ്പിച്ചു. മുതലമട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് പൊള്ളാച്ചിക്ക്, ആ പള്ളിയാണ് ഷൂട്ടിങ്. 2 ദിവസം ഷൂട്ട് ചെയ്യും, 3 ദിവസം എടുത്തു ആ പാട്ട് ചെയ്യാൻ. അതിൽ ഒരു ദിവസം രാവിലെ കൊണ്ടുവന്ന് ഇരുത്തി വൈകുന്നേരം വരെ നീ അത് ബൈഹാർട്ടായിട്ട് പാടുന്നത്. അതിന് വേണ്ടി ലാലുവിൻ്റെ ഒരു പയ്യനെ എന്നെ കൂടെ നിർത്തി. അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു ബിനു ആനന്ദായിരുന്നു, അയാൾ ഡയറക്റ്റ് ചെയ്ത്. ബിനു ആനന്ദ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ബൈഹാർട്ട് പാടി ലാലു കേട്ടതിന് ശേഷം അതിനെ അഭിനയിപ്പിച്ചു. വലിയൊരു ഇതായിരുന്നു ഒരു പാട്ട് കിട്ടുക എന്ന് പറയുന്നത്. അതെ, പാട്ട് ഹിറ്റായി. ആ പാട്ട് കേട്ടത് കുറെ അറിയാം. കോട്ടയത്ത് നിന്ന് ഒരു പള്ളിയിൽ നിന്ന് തന്നെ വിളിച്ചു, പള്ളി വെഞ്ചരിക്കാൻ പറയാം. ഞാൻ കണ്ണുള്ളിൽ പോയി, പള്ളി വെഞ്ചരിക്കാൻ ഞാൻ പോകാന്ന് പറഞ്ഞു. അച്ഛനുണ്ടാവും, ഒന്ന് വന്ന് നിൽക്കണം. ഞാൻ പോയില്ല, കാരണം അറിയാത്ത പണിയല്ലേ. അല്ലോ നമുക്ക് കുരിശ് വരയ്ക്കാൻ പോലും അറിയില്ല, അതിൻ്റെ ഇട പോയിട്ട് അല്ലേ. തീർച്ചയായിട്ടും. ഇനിയിപ്പം മോഹിനിയാട്ടത്തിന് ശേഷം ഇതുപോലെ ഒരുപാട് കൗതുകമുള്ള വേഷങ്ങൾ ഇനി വരട്ടെ. ഒരുപാട് ഓർമ്മകൾ ഞങ്ങളോട് ഇതുപോലെ പങ്കുവെക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഇതുപോലൊരു അഭിമുഖത്തിന് വിളിച്ചതിന് വളരെയധികം നന്ദി. ഞാനിപ്പോൾ ഒരുപാടുപ്പെട്ട ഫേമസ് ആയവരൊക്കെ വിളിച്ചാൽ പോകാറുണ്ട്. കാരണം കിട്ടുന്ന സമയത്തൊക്കെ 4 ആൾ അറിയട്ടെ. എന്തെങ്കിലുമൊക്കെ നമ്മൾ തന്നെ മാർക്കറ്റ് ചെയ്യണം. ഫേസ്ബുക്കൊക്കെ മാർക്കറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതൊന്നും നമുക്ക് പിള്ളേരിപ്പോൾ ചെയ്യും. നമ്മൾ ഇതെടുത്ത് കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ വേറെ വേറെയൊക്കെ പോകും. അതാണ് ഞാനിപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് അതുകൊണ്ട് നല്ല ഒരുപാട് അവസരങ്ങൾ, എല്ലാവിധ ആശംസകൾ ഈ ടി വിക്കും തരുന്നു. അതുപോലെ എനിക്ക് അതിൻ്റെ അവസരം തന്നതിന് വളരെ നന്ദി.